ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് ഇങ്ങനൊരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ തവണ കോഴിക്കോട് വെച്ച് നടന്ന കൂടിച്ചേരലിൽ എൻഡോസൾഫാനെ കുറിച്ചിട്ടുള്ള ആ ഒരു പ്രശ്നത്തിൽ അതിൻ്റെ ആ ഒരു കഥയുടെ മറുഭാഗം അവതരിപ്പിക്കാൻ ഉള്ളൊരു അവസരം എനിക്ക് കിട്ടിയിരുന്നു. ഞാനും ഡോക്ടർ അഷീലും തമ്മിലുള്ള ഒരു ഹോട്ട് ഡിബേറ്റ് ആയിരുന്നു അവിടുത്തെ അവസാനത്തെ സെഷൻ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ആദ്യമായിട്ട് എൻഡോസൾഫാൻ പറയാൻ കിട്ടിയ ഒരു വേദി. കാരണം ഞാൻ പറയുകയും എഴുതുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒരു മാധ്യമവും അതൊരിക്കലും പ്രസിദ്ധീകരിച്ചിരുന്നില്ല. യുക്തിയുഗമാണ്, മാർച്ചിലെ യുക്തിയുഗത്തിലാണ് അതിൻ്റെ ഒരു ഫുൾ സ്റ്റോറി പ്രസിദ്ധീകരിച്ച് വന്നത്. വേറെ ഒരു ശാസ്ത്രഗതിയിലൊക്കെ ഞാൻ അയച്ചു കൊടുത്തിരുന്നതാണ്, അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മറുവശം നമ്മളിപ്പം നേരത്തെ ആയുർവേദത്തിൻ്റെ മറുവശമാണ് കണ്ടത്. അപ്പോൾ ഈ മറുവശം കാണുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എങ്കിലും മാത്രമേ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാവുകയും ചെയ്യുകയുള്ളൂ. ഇന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, എവിടെ നോക്കിയാലും ജൈവകൃഷി, പ്രകൃതി കൃഷി, ഇതൊക്കെയാണ് നമ്മുടെ കൃഷിയായിട്ട് വേണ്ടത്. ഇവർ പറയുന്ന ശാസ്ത്രീയമായിട്ടുള്ള കൃഷി അല്ലെങ്കിൽ രാസകൃഷി, അങ്ങനെയാണ് ദ്വന്ദ്ങ്ങൾ ഉണ്ടാക്കുന്നത്. ജൈവകൃഷി, രാസകൃഷി. ഈ യൂണിവേഴ്സിറ്റിയും കൃഷി വകുപ്പൊക്കെ പറയുന്നത് രാസകൃഷി, ഞങ്ങൾ പറയുന്നത് ഉദാത്തമായ ജൈവകൃഷി. അപ്പം ഞങ്ങൾ പറയുന്നത് യാതൊരു ഇതുമില്ല, പ്രകൃതിയായിട്ട് ഒത്തുപോകുന്നതാണ്. നിങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രകൃതിയെ തകർക്കുന്നതാണ്. ആ രീതിയിലുള്ള ദ്വന്ദ്ങ്ങൾ ഉണ്ടാക്കുകയും അതിനെ പിന്നീട് ന്യായീകരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് വരുന്നത്. ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി തന്നെ പറയുന്നത് കേരളം മുഴുവൻ ഓർഗാനിക് ആക്കുന്നതാണ്. 2016 കേരളം മുഴുവൻ ഓർഗാനിക് ഫാമിങ്ങിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ടും ആലോചിച്ചിട്ടും അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മുഴുവൻ ഓർഗാനിക് കൃഷി, ജൈവകൃഷി എന്ന് പറയുന്ന ആ ഒരു ഇതിനോട്, ആശയത്തിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ എല്ലാ മേഖലകളിലും പറ്റുമോ, ഏതൊക്കെ മേഖലകളിലാവാം, എത്രക്കൊക്കെ ആവാം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്കുണ്ടാവണം. മുഴുവൻ അങ്ങ് ജൈവകൃഷിയാക്കി കളയാം എന്നൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോഴും നമ്മൾ നേടിയെടുത്ത ഈ ഭക്ഷ്യ സുരക്ഷയെ തകർക്കുന്നതിനേക്കാണ് അത് വഴിവെക്കുക. അപ്പം ആദ്യം നമുക്ക് ഒരു ചരിത്രത്തിലേക്കൂടിയുള്ള ഒരു യാത്ര പോകാം. കാരണം പലപ്പോഴും നമ്മൾ ചരിത്രം വീണ്ടും വീണ്ടും അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യേണ്ടി വരുന്നുണ്ട്. ദോസ് ഹു ഫോർഗെറ്റ് ഹിസ്റ്ററി ആർ കണ്ടംപ്റ്റ് ടു റിപ്പീറ്റ് ഇറ്റ് എന്ന് കാൾ മാർക്സ് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ചരിത്രം ഒന്നുകൂടി പരിശോധിക്കണം. ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ ഹണ്ടറേഴ്സും ഗാദറേഴ്സും ആയിരുന്നു. ഹണ്ടിങ്ങും ഗാദറിങ്ങും കഴിഞ്ഞ് നദീതടങ്ങളിൽ കൃഷി ആരംഭിക്കുന്നത് ഏകദേശം ഒരു 10,000-11,000 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഈ കൃഷിയോട് കൂടിയിട്ടാണ് കൾച്ചർ വരുന്നതെന്നാണ് പറയുന്നത്. ഈ JD ബേർണലിൻ്റെ ഒക്കെ ബുക്കിൽ അതുവരെയുള്ള മാജിക്കലായിട്ടുള്ള ചില ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു ജനത ഒരു സ്ഥലത്ത് ഇരുന്ന് അവിടെ ഒരു സ്ഥലമാക്കിയെടുത്ത് കൃഷി ചെയ്യുന്നതും 6 മാസം കഴിഞ്ഞിട്ട് അവർക്ക് വിളവ് കിട്ടുകയും ചെയ്യുമ്പോൾ അതൊരു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫായിട്ട് മാറുകയും അതിൽ നിന്നാണ് പിന്നീട് പാട്ടുകളും ഒക്കെ സാഹിത്യകൃതികളൊക്കെ വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. മറ്റ് വേട്ടയാടാൻ പോകുമ്പോൾ ഒരു നിതാന്ത ജാഗ്രതയാണ് വേണ്ടത്. നിങ്ങളുടെ തലക്ക് മുമ്പിൽ 2 കണ്ണ് വേണം, പിറകിലും കണ്ണ് വേണം. പക്ഷേ കൃഷി എന്ന് പറയുമ്പം അവിടെ മനുഷ്യന് കുറച്ചും കൂടെ സ്വാസ്ഥ്യം കിട്ടി. അതിനോട് കൂടിയിട്ടാണ് സാഹിത്യ രൂപങ്ങൾ ഉടലെടുത്തതെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും അന്ന് കാലത്തുള്ള കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൂ നത്തിങ് ഫാമിങ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ കുറച്ചൊക്കെ വിതച്ച് അത് വിളവെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പഴയ പൊനം കൃഷി, സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ, മുഴുവൻ കത്തിച്ചെടുത്തിട്ട് ആ സ്ഥലത്ത് വിത്തിട്ടിട്ട് കൃഷിയെടുക്കുക, അങ്ങനെയുള്ള പല രീതിയിലുള്ള കൃഷി, വളരെ വളരെ പ്രാകൃതമായിട്ടുള്ള കൃഷിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അന്ന് അത്ര മതിയായിരുന്നു, അന്നത്തെ ജനതയെ തീറ്റിപ്പോറ്റാൻ അത് മതിയായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുമ്പോൾ എന്തായി, ആ സ്ഥലത്തുള്ള ഫലപുഷ്ടി, മണ്ണിൻ്റെ ഫലപുഷ്ടി കുറഞ്ഞു വരുന്നു എന്ന് മനസ്സിലാക്കുകയും മൃഗത്തിൻ്റെയും മനുഷ്യൻ്റെയൊക്കെ വിസർജ്യങ്ങൾ തിരിച്ചിടുകയും അതുമാതിരി തന്നെ ഈ പൾസ് ക്രോപ്സ്, പയറുവർഗ വിളകൾ അവിടെ വിതക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഫലപുഷ്ടി ഒരു പരിധിവരെ മെച്ചപ്പെടുത്താമെന്നുള്ളതും അന്നത്തെ കർഷകൻ മനസ്സിലാക്കിയുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ക്രമേണ അനുഭവത്തിലേക്കൂടെ പഠിച്ചു വന്നതാണ്. അങ്ങനെ ഒക്കെ പഠിച്ചു വന്നിരുന്നുവെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ വലിയ തോതിലുള്ള ജനങ്ങളുടെ എണ്ണപ്പെരുപ്പം അന്നൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ വളരെ ചെറിയ തോതിൽ മാത്രമേ ആ കാലഘട്ടങ്ങളിൽ മുഴുവൻ, ഇപ്പൊ കൃഷി തുടങ്ങിയത് കാലഘട്ടം മുതൽ നോക്കിക്കഴിഞ്ഞാൽ
അവസാന ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്ന അതിന് ശേഷമാണ് വലിയ തോതിലുള്ള ജനപ്പെരുപ്പം ഉണ്ടാവുന്നത്. അതുവരെ അത് വന്നിട്ടില്ല. നമ്മൾ ആ ചരിത്രക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിരവധി ക്ഷാമങ്ങൾ നമുക്ക് മുട്ടാൻ വേണ്ടി പറ്റും. തോമസ് മാൽത്യൂസിന്റെ തിയറി തന്നെ അതാണ് അല്ലെ. ഭക്ഷ്യോൽപാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആവും, മറ്റേത് ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ്, മനുഷ്യന്റെ എണ്ണം. അതുകൊണ്ട് മനുഷ്യർ പുഴുക്കള മാതിരി പെടഞ്ഞ് മരിക്കും, അത് സ്വാഭാവികമാണ് എന്നാണ് പറഞ്ഞത് മാൽത്തൂസ്. പിന്നെ ഒരുപാട് ക്ഷാമങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കണ്ടുമുട്ടാൻ പറ്റും. ഒന്ന്, ദ ഗ്രേറ്റ് പൊട്ടറ്റോ ഫാമിൻ ഓഫ് അയർലൻഡ്. 1850 2 ലക്ഷം പേര് മരിച്ചു എന്നാണ് കണക്ക്. പൊട്ടറ്റോ കൃഷിക്ക് വന്ന് ലേറ്റ് ബ്ലൈറ്റ് എന്നുള്ളൊരു അസുഖം കൊണ്ട് മുഴുവൻ കൃഷിയും കരിഞ്ഞുപോയി. അതിൻ്റെ ഇതിലാണ് അവിടെ 2 ലക്ഷം പേര് മരിച്ച ഒരു ഇതുള്ളത്. പിന്നെ 1856 അമേരിക്കൻ ഗവൺമെന്റ് ഒരു ആക്ട് പാസ്സാക്കി, ഗുവാനോ ഐലൻഡ് ആക്ട്. അതായത് ശാന്ത സമുദ്രത്തിൽ ഉണ്ടായിരുന്ന 76 ദ്വീപുകൾ ഞങ്ങളുടേതാണ് എന്ന് അമേരിക്കൻ സെനറ്റ് ഒരു നിയമം പാസാക്കുകയും അവിടെ കുന്നുകൂടി കിടന്ന പക്ഷിക്കാഷ്ടം ഉപയോഗിച്ചുകൊണ്ട് കൃഷിഭൂമിയുടെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതൊക്കെ കുറഞ്ഞു വന്നതായിരുന്നു. അന്ന് രാസവളങ്ങളൊന്നുമില്ല. അന്ന് ഈ അയലൻഡിൽ നിന്നുള്ള പക്ഷിക്കാഷ്ടം മുഴുവൻ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ കൃഷിഭൂമി ഇതിൻ്റെ ഫലപുഷ്ടി മെച്ചപ്പെടുത്തിയത്. പിന്നെ വില്യം ബോക്സിന്റെ ദ റോഡ് ടു സർവൈവൽ എന്ന പുസ്തകത്തിൽ ചിലിയിലെ ക്ഷാമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഏത് രാജ്യത്തും ക്ഷാമങ്ങളും ദാരിദ്ര്യവും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അല്ലേ. നമ്മുടെ ചരിത്രത്തിലുള്ള പഴയ നോവലുകളും കഥകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ കാൾ മാർക്സും കാൾ വോൺ ലീബിഗും കൂടെ ലണ്ടൻ മേയർക്ക് ഒരു കത്തെഴുതിയിരുന്നു. അതായത് മാർക്സ് അന്നത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇംഗ്ലണ്ടിൽ അത് അനലൈസ് ചെയ്തുകൊണ്ട് ഈ ലണ്ടന്റെ ചുറ്റുപാടുമുള്ള കൃഷിഭൂമിയിൽ നിന്ന് നിരന്തരമായിട്ട് പച്ചക്കറികളും ധാന്യങ്ങളും ലണ്ടനിലേക്ക് വരികയും അത് ഉപയോഗിച്ച് മലം തെയിംസ് നദിയിലേക്ക് ഒഴുക്കുകയും ചെയ്യുമ്പോൾ പിന്നെ ഈ മണ്ണ് മുഴുവൻ ഫലപുഷ്ടി കുറഞ്ഞുകൊണ്ടേ വരും. ഒടുവിൽ ലണ്ടനെ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളും നഗരങ്ങളും ഇടവിട്ട് ഗ്രാഗരങ്ങളായിട്ട് നിൽക്കണം എന്നാണ് മാർക്സ് പറഞ്ഞിരുന്നത്. കാരണം കൃഷിഭൂമിയുടെ ഫലപുഷ്ടത കുറഞ്ഞു വരുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്കണ്ഠയായിരുന്നു. നമ്മൾ ക്ഷാമങ്ങളുടെ കഥകൾ നോക്കുക. നിരവധിയായിട്ടുള്ള ക്ഷാമങ്ങൾ ലോകത്തെങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലുള്ള ക്ഷാമങ്ങളുടെ കണക്ക് മാത്രമാണ് ഞാനിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. 650, 1022, 33, പിന്നെ 1148 അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-15 വർഷത്തിനിടയ്ക്ക് ഒരു ക്ഷാമം എന്നുള്ള നിലക്ക് അതിൽ ചില്ലറ ആൾക്കാരൊന്നല്ല മരിക്കുന്നത്. 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം ആൾക്കാരൊക്കെ മരിച്ചു വീണ ക്ഷാമങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത്. ഈ 5 ലക്ഷം ആൾക്കാർ മരിച്ചു എന്നും പറഞ്ഞാൽ നമ്മുടെ തലയിൽ എവിടെയും റെക്കോർഡ് ഇല്ല. ആദ്യം ഒരു ക്ഷാമത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആദ്യം എന്ന് പറഞ്ഞാൽ വീട്ടമ്മക്ക് ലേശം ഭക്ഷണം കുറയും, അത് കഴിഞ്ഞ് പെൺകുട്ടികൾക്ക് ഭക്ഷണം കുറയും, അത് കഴിഞ്ഞ് വീട്ടിലെ ആൾക്കാർക്ക് ഭക്ഷണം കുറയും. അവിടെ പിന്നെ ഈ ധാന്യങ്ങളുള്ള വീടുകൾ കൊല ചെയ്യും, പിന്നെ കൊള്ളിയൊപ്പ് നടക്കും, അവിടുന്ന് ധാന്യങ്ങൾ പിടിച്ചെടുക്കും, അവിടെ എങ്ങും കൊള്ളയും കൊലിയൊപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ആൾക്കാർ പിന്നെ മണ്ണും കല്ലും വേരുകളും ഒക്കെ തിന്ന് തൂറ്റൽ പിടിച്ച് മരിച്ചു പോവും. പിന്നെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളും കന്നുകാലികളും അടക്കം ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് അങ്ങനെ പലായനം ചെയ്തു പോവും. ആ പോകുന്ന വഴിക്ക് ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു വീഴും. അങ്ങനെയാണ് 8-10 ലക്ഷം ആൾക്കാർ മരിച്ചു പോകുന്നത്. അത്ര ഭീതിതമായിട്ടുള്ള അവസ്ഥയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഒരു 10-15 കൊല്ലത്തിനിടയ്ക്ക് ഇതുമാതിരിയുള്ള ക്ഷാമങ്ങൾ സാധാരണയായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം കാണിക്കുന്നത്. ഇത് പിന്നെ 1887 ഒരു ക്ഷാമത്തിന്റെ ചിത്രമാണ്. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി ക്ഷാമങ്ങളാണ് ഇന്ത്യയിൽ മറ്റ് രാജ്യങ്ങൾ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഒരു കാലത്ത് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഈ ആധുനിക കൃഷി തുടങ്ങുന്നത്. ഈ ആധുനിക സയൻസ് കൃഷിയിലേക്ക് സന്നിവേശിപ്പിച്ചത് കൊണ്ടാണ് ആധുനിക കൃഷി ഉണ്ടാവുന്നത്. അതിലുള്ള അറിവുകൾ, സയൻസിന്റെ അറിവുകൾ സന്നിവേശിപ്പിക്കുക വഴിയാണ് ഉണ്ടാവുന്നത്. ഈ ആധുനിക കാർഷിക രസതന്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന കാൾ വോൺ ലീബിഗിന്റെ പിന്നെ കാർഷിക രസതന്ത്രം എന്നുള്ള പുസ്തകം വരുന്നത് 1840 അതുമാതിരി ആദ്യത്തെ ഒരു രാസവളം എന്ന് പറയാവുന്ന സൂപ്പർ ഫോസ്ഫേറ്റ് ഉണ്ടാവുന്നത് 1843 നമ്മുടെ പാറ പിന്നെ ഫോസ്ഫേറ്റ് അടങ്ങിയ പാറ പൊടി അതിന് സൾഫൂരിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് ആദ്യത്തെ പിന്നെ സൂപ്പർ ഫോസ്ഫേറ്റ് എന്നുള്ള രാസവളം ഉണ്ടാവുന്നത്. 1845 തന്നെ ലോങ് ടേം ഫെർട്ടിലൈസർ എക്സ്പെരിമെന്റ്സ്, ദീർഘകാല വള പരീക്ഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത്ര മുമ്പ് തന്നെ ഇംഗ്ലണ്ടിലെ റൊഥാംസ്റ്റഡ് റിസർച്ച് സ്റ്റേഷനിൽ, അതായത് ജൈവവളങ്ങളും
മാത്രമായിട്ടും ജൈവവളങ്ങളും രാസവളങ്ങളും മാത്രമായിട്ട് അന്ന് ലഭ്യമായിട്ടുള്ള രാസവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ പരീക്ഷണങ്ങൾ അത് മെച്ചപ്പെടുത്തി ഇന്നും തുടരുന്നു. നിങ്ങൾക്ക് സൈറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാം, റൊത്താംസ്റ്റഡ് എക്സ്പെരിമെന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും അത് തുടരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഏകദേശം 175-180 കൊല്ലക്കാലത്തെ ഡാറ്റ, അതിൽ നിന്നുണ്ടാവുന്ന പ്രവണതകൾ ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ പുതിയ ബ്രീഡിംഗ് ഒക്കെ വരുന്നത്, പുതിയ ഇനങ്ങളൊക്കെ ബ്രീഡ് ചെയ്തെടുക്കുന്നതൊക്കെ 1900-കളിലാണ്. കാരണം ഗ്രിഗർ മെന്റൽ 1857 തന്നെ ഇതൊക്കെ പറഞ്ഞുവെങ്കിലും അത് റീഡിസ്കവർ ചെയ്യപ്പെടുന്നത് 1900-കളിലാണ്. അപ്പൊ പുതിയ ഇനങ്ങളൊക്കെ വരുന്നത് 1900-കളിലാണ്. ഹേബർ പ്രോസസ് വഴി യൂറിയ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് യൂറിയ ഉണ്ടാവുന്ന 1912-ലാണ്. അതിനോട് കൂടിയിട്ടാണ് ഈ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ രാസവളങ്ങളാക്കി മാറ്റി കൃഷിക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണമാക്കുന്നത് ആ പ്രോസസ്സിന്റെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷനോട് കൂടിയിട്ടാണ്. അപ്പൊ അതൊക്കെ വരുന്നത് അടുത്ത കാലത്ത് മാത്രമാണ്. 1920-ലാണ് അമേരിക്കയിൽ ആദ്യത്തെ കോൺ ഹൈബ്രിഡ്, മക്കച്ചോളത്തിന്റെ ഹൈബ്രിഡ് വരുന്നതും വലിയ തോതിൽ അത് ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്തത്. ഇനി ഇന്ത്യയിൽ ക്ഷാമങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ആൾക്കാരെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ 1880-കളിൽ ഒരു റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ വന്നിരുന്നു. അങ്ങനെയാണ് അന്നൊരു ഈ കൃഷി വകുപ്പിന്റെ പ്രാഗ്രൂപങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിന്നീട് 1900-ലുണ്ടായിരുന്ന റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറാണ് ഇന്ത്യയിൽ 5 അഗ്രികൾച്ചർ കോളേജ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അത് കോയമ്പത്തൂർ, കറാച്ചി, പിന്നെ പൂനെ, പൂസ, ബീഹാറിലുള്ള പൂസ, പിന്നെ UP, ഈ 5 സ്ഥലങ്ങളിലാണ് ആദ്യത്തെ അഗ്രികൾച്ചർ കോളേജ് വരുന്നത്. അവിടെ നിന്നാണ് ഈ സയന്റിഫിക് അഗ്രികൾച്ചറിന്റെ തുടക്കം ഇന്ത്യയിൽ വരുന്നത്. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയ കാലത്ത് നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി എനിക്ക് 40 തന്നെ ഇല്ല, 30-കളുടെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ആയുർദൈർഘ്യം വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1901-ൽ ട്രാവൻകൂറിലെ ആദ്യത്തെ സെൻസസിൽ 27 വയസ്സാണ് അവിടുത്തെ ആയുർദൈർഘ്യം. 27 വയസ്സ്. ഒരു നൂറ്റാണ്ടിന് മുമ്പ് കേവലം 27 വയസ്സായിരുന്നു നമ്മുടെ ആയുർദൈർഘ്യം ഉണ്ടായിരുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് ഒരുപാട് ഈ ഡൂംസ് ഡേ പ്രഡിക്ഷൻ, അന്ത്യനാളുകളുടെ പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ ഗാർഡിയൻ എഴുതിയത് ഇന്ത്യ വിൻസ് ഫ്രീഡം ഫോർ പോവർട്ടി ആൻഡ് ഫാമിൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു അവരുടെ തലക്കെട്ടുണ്ടായിരുന്നത്. പിന്നെ പാഡക് ബ്രദേഴ്സ് എഴുതിയത് ഫാമിൻ ഇൻ 1984, 84-ൽ ഇന്ത്യയിൽ വൻതോതിൽ ക്ഷാമം ഉണ്ടാവും, ലക്ഷക്കണക്കിന് ആൾക്കാർ പുഴുക്കലെ പോലെ പടഞ്ഞ് മരിക്കും എന്നുള്ളതായിരുന്നു. പാഡക് ബ്രദേഴ്സ് പോൾ ഏളിച്ച് പറഞ്ഞത് പോപ്പുലേഷൻ ബോംബ് എന്നുള്ള പുസ്തകത്തിൽ 75-ൽ ഇന്ത്യയിൽ വൻ ക്ഷാമം ഉണ്ടാകും എന്നുള്ളതായിരുന്നു. അങ്ങനെ നിരവധി ക്ഷാമങ്ങളുടെ പ്രവചനങ്ങളോട് കൂടിയിട്ടായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നത്. പക്ഷേ ഇത് നിങ്ങൾ വീണ്ടും അറിയേണ്ട ഒരു കാര്യമാണ്. ഇദ്ദേഹമാണ് ഗാരറ്റ് ഹാർഡിൻ, കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. ഇദ്ദേഹം 1967-ൽ ഒരു പ്രബന്ധം എഴുതി. ദ ട്രാജഡി ഓഫ് ദ കോമൺസ് എന്നുള്ള അതിന്റെ പ്രബന്ധത്തിന്റെ പാർട്ടായിട്ട് എഴുതിയതാണ് ലിവിങ് ഓൺ എ ലൈഫ് ബോട്ട്. അത് അദ്ദേഹം അന്ന് എത്യോപ്യൻ യുദ്ധം നടക്കുന്ന സമയമാണ്. അപ്പൊ എത്യോപ്യയിലേക്ക് അമേരിക്കയിൽ നിന്നുള്ള ഗോതമ്പ് അയക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക പറഞ്ഞപ്പോൾ അയക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കൂടെ എഴുതിയ ഒരു ഇതാണത്. അദ്ദേഹം പറഞ്ഞ എത്യോപ്യയിലേക്ക് മാത്രമല്ല, ലോകത്തിലെ 3rd വേൾഡിലെ ഒരു രാജ്യങ്ങളിലേക്കും അമേരിക്ക ഒരു ഹെൽപ്പും ചെയ്യരുത്. അവിടെ പുഴുക്കള മാതിരി ആൾക്കാർ പെടഞ്ഞു വീണ് മരിക്കണം, എങ്കിലും മാത്രമേ ഈ ലോകത്തിൽ ഒരു ബാലൻസ്, പോപ്പുലേഷന്റെ ബാലൻസ് ഉണ്ടാവുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നത്. ഈ ലിവിങ് ഓൺ എ ലൈഫ് ബോട്ട് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാവരും കൂടെ ഒരു കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുന്നു. കപ്പലിൽ 10 ലൈഫ് ബോട്ടേ ഉള്ളൂ. 10 ലൈഫ് ബോട്ടിൽ ഒന്നിൽ 10 വെച്ചിട്ട് 100 പേരെ മാത്രമേ രക്ഷിക്കാൻ പറ്റൂ. കപ്പൽ ക്യാപ്സൈസ് ചെയ്താൽ, കപ്പല് നടുക്കടലിൽ മുങ്ങിപ്പോയാൽ ബാക്കി പിന്നെയും കിടക്കുന്ന 100 പേര്. അപ്പോ നിങ്ങളൊരു ലൈഫ് ബോട്ടിലുണ്ട്, നിങ്ങൾ 10 പേരാണ് നിങ്ങളുടെ ലൈഫ് ബോട്ടിലുള്ളത്. ആൾറെഡി 10 പേരായി. നിങ്ങളുടെ അടുത്ത സുഹൃത്ത് നീന്തി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഒന്ന് കൈ പിടിക്കുന്നു, ബോട്ടിന്റെ മുകളിലേക്ക് കൈ പിടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒരാൾ കയറി കഴിഞ്ഞാൽ ഈ കയറിയ 10 ആളും മുങ്ങിപ്പോവും അല്ലേ? ഒരാൾക്ക് വേണ്ടിയിട്ട് 10 ആളും മുങ്ങിപ്പോവും അയാളെ കയറ്റിക്കഴിഞ്ഞാൽ. അല്ലെങ്കിൽ അയാൾ കേട്ടിട്ടില്ലെങ്കിൽ 10 ആൾ രക്ഷപ്പെടും, ഒരാൾ മാത്രമേ പോവൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കയറിയ 10 ആളുള്ള ലൈഫ് ബോട്ട് മാതിരിയാണ് ഈ വികസിത രാജ്യങ്ങൾ. കയറാത്ത, തുഴഞ്ഞു നടക്കുന്ന, നീന്തി നടക്കുന്ന, മുങ്ങാൻ വിധിക്കപ്പെട്ട ആൾക്കാരാണ് 3ാം ലോക രാജ്യങ്ങളിലെ പുഴുക്കളായിട്ടുള്ള സാധാരണ ജനങ്ങൾ. അവരെ സഹായിക്കരുത്. അവരെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ബോട്ടും കൂടെ അവതാളത്തിലാവും എന്നാണ്. അതായത് അയാളൊരു എക്കോളജിസ്റ്റ് ആയിരുന്നു.
ഈ ഭൂമിയിലെ ഒരു ഇക്കോസിസ്റ്റത്തിന് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനുള്ള കഴിവ് അത്രമാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അധികം ആൾക്കാരെ ഇവിടെ സർവൈവ് ചെയ്യിക്കരുത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് എത്യോപ്യയിലേക്ക് ഫുഡ് അയക്കരുത് എന്നാണ് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നത്. ഈ ആർഗ്യുമെന്റ് ഒക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ എളുപ്പമൊന്നും മറന്നു പോയിക്കൂടാ. ഇനി സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പിന്നെ നിരവധി പ്രോഗ്രാമുകളാണ് അന്നത്തെ ഗവൺമെന്റ് നടത്തിയത്. ഇന്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം, ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, ഡ്രോട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം, ഗ്രോ മോർ ഫുഡ് ക്യാമ്പയിൻ. ഈ ഗ്രോ മോർ ഫുഡ് ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മലനിരകളൊക്കെ വെളുപ്പിച്ച് പൊനം കൃഷി നടത്തിയത്. 40കളുടെ അവസാനമൊക്കെ വരുന്നത് അതാണ്. പിന്നെ നിരവധി പൈലറ്റ് പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാക്കി ഭക്ഷണം വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അന്നേരം ഉണ്ടായിരുന്ന ഒരൊറ്റ ചിന്ത. ഈ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ നെഹ്റു വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് വിദേശ രാജ്യ തലവനുമായിട്ട് ഉടമ്പടി ഒപ്പിട്ടു. അതിനെക്കുറിച്ച് കാർട്ടൂണിസ്റ്റ് ശങ്കർ ഒരു ചിത്രം വരച്ചു. എന്താണ്? വിദേശ രാജ്യത്തിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നെഹ്റുവും വിദേശ രാജ്യ തലവനും കൂടെ ഉടമ്പടി ഒപ്പിടുന്നു. പിന്നെ കൊട്ടാരത്തിന്റെ പിറകിൽ പോയിട്ട് നെഹ്റു ചാക്ക് കാണിച്ചു കൊടുക്കുന്നു, അങ്ങേര് ഗോതമ്പ് ഇട്ട് കൊടുക്കുന്നു. ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഗോതമ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ കപ്പലിൽ ഗോതമ്പ് കൊണ്ടുവന്നിട്ട് വേണം ഇവിടെ ആൾക്കാർക്ക് കൊടുക്കാൻ. ഗോതമ്പും അരിയും കൊണ്ടുവന്നിട്ട് വേണം ഇവിടെ ആൾക്കാർക്ക് കൊടുക്കാൻ. ദ എക്സിസ്റ്റൻസ് വാസ് ഫ്രം ഷിപ്പ് ടു മൗത്ത്. കപ്പലിൽ നിന്ന് വായിലേക്ക് എന്നുള്ളതായിരുന്നു അന്നത്തെ നമ്മുടെ എക്സിസ്റ്റൻസ്. അത് അത്ര പെട്ടെന്നല്ല, 40കൾ 50കൾ അത്ര പെട്ടെന്നൊന്നും അല്ല. അത് നമ്മളാരും മറന്നുപോയിക്കൂടാതെ അങ്ങനെയുള്ള ഒരു എക്സിസ്റ്റൻസ് ആയിരുന്നു അന്ന് നമുക്ക് ഉണ്ടായിരുന്നത്. ഇത് നെഹ്റു 1957 സ്വാതന്ത്ര്യം കിട്ടി 10 വർഷം കഴിഞ്ഞ ശേഷം നെഹ്റു പാർലമെന്റിൽ ഒരു കൺഫെഷൻ, ഒരു അഡ്മിഷനാണ്. അതായത് ഇന്നുവരെയുള്ള നമ്മുടെ ഭക്ഷ്യനയം പരാജയമായിരുന്നു, നമ്മൾക്ക് ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല, ഇന്നും നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പട്ടിണിയാണ്, വലിയ തോതിലുള്ള പട്ടിണി മരണങ്ങൾ നടക്കുന്നില്ലെങ്കിൽ പോലും പട്ടിണി നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളും കാര്യമായിട്ട് ഉൽപാദനം കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കൺഫെഷനാണ്. ഇതിൽ നിന്നാണ്, ഈ ഒരു റിയലൈസേഷനിൽ നിന്നാണ് നെഹ്റുവിന്റെ ഒരു ചൊല്ല് വരുന്നത്. എന്താണ്? എവറിത്തിങ് എൽസ് ക്യാൻ വെയിറ്റ് എക്സെപ്റ്റ് അഗ്രികൾച്ചർ. വേറെ എന്തിനു വേണ്ടി നമുക്ക് കാത്തു നിൽക്കാം, പക്ഷേ കൃഷിക്കൊഴിച്ച് എന്നുള്ള ഒരു ചൊല്ല് ഈ ഒരു അനുഭവത്തിൽ നിന്നും വന്നതാണ്. ഇനി പിന്നെ അതിനുശേഷമാണ് ഗ്രീൻ റവല്യൂഷൻ എന്നുള്ള ഒരു പാക്കേജ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്ന അന്നത്തെ ഒരു സ്റ്റേറ്റ്സ്മാൻ ആയിരുന്ന പിന്നെ സി സുബ്രഹ്മണ്യമാണ്. ഫുഡ് മിനിസ്റ്റർ സി സുബ്രഹ്മണ്യവും പിന്നെ ഡോക്ടർ സ്വാമിനാഥനും അവരുടെ ഒരു ടീമാണ് ഇത് കൊണ്ടുവരുന്നത്. അതിന് മുമ്പേ ഒരു കാര്യം സംഭവിച്ചു. എന്താണ്? പട്ടിണി കൊണ്ട് അങ്ങേയറ്റം കഷ്ടപ്പാട് അനുഭവിച്ചിരുന്ന മെക്സിക്കോ എന്നുള്ള ഒരു ചെറിയ രാജ്യം, നിരന്തരമായിട്ട് അമേരിക്ക അടിച്ചമർത്തിക്കൊണ്ടിരുന്ന ഒരു ചെറു രാജ്യം 6 വർഷം കൊണ്ട് മക്കച്ചോളം കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറി. 6 വർഷം കൊണ്ട്. അതിൻ്റെ പിറകിൽ നോർമൻ ബോർലോഗ് എന്നുള്ള ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം അവിടെ പിന്നെ കൃഷിയിടങ്ങളിലൊക്കെ പോയി അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ ശേഖരിച്ചെടുത്ത്, അത്യുൽപാദന ശേഷിയും പിന്നെ ഈ ഡിസീസ് റെസിസ്റ്റൻസും ഉള്ള ഇനങ്ങൾ ശേഖരിച്ചെടുത്ത് അത് ബ്രീഡ് ചെയ്ത് പുതിയ ഇനങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ വിത്ത് കൃഷിക്കാർക്ക് കൊടുത്ത് അങ്ങനെ 6 വർഷം കൊണ്ട് മക്കച്ചോളം കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മെക്സിക്കോയെ മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് വേറൊരു കാര്യം കൂടെ സംഭവിച്ചു. ജപ്പാനിലെ ഒരു കൃഷിക്കാരന് അയാളുടെ തോട്ടത്തിൽ നിന്ന്, കണ്ടത്തിൽ നിന്ന് ഒരു കുള്ളൻ ഗോതമ്പ് കിട്ടി. അത് വസന്തകാല ആയതുകൊണ്ട് നോറിൻ, ജപ്പാനിലെ നോറിൻ എന്നാണ് വസന്തത്തിന് പേര്. നോറിൻ 10 എന്നാണ് അതിന് പേരിട്ടത് അദ്ദേഹം. അന്ന് ഈ ഗോതമ്പ് പിന്നെ ജപ്പാനിലെ ഒരു അഗ്രികൾച്ചർ സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തു. അന്ന് പിന്നെ ജപ്പാൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഇതിൻ്റെ കീഴിൽ നിൽക്കുന്ന സമയമാണ്. അവിടുന്ന് ഈ വിത്ത് അമേരിക്കയിലേക്ക് കൊണ്ടുപോയും അവിടുത്തെ ഗവേഷണ കേന്ദ്രങ്ങളിലൊക്കെ കൊടുക്കുകയും വർദ്ധിപ്പിച്ച് കൊടുക്കുകയും അതുപയോഗിച്ചിട്ടുള്ള ഒരുപാട് ഹൈബ്രിഡൈസേഷൻ പ്രോഗ്രാംസ് നടത്തുകയും ചെയ്തിരുന്നു. അതുകൂടാതെ നെൽകൃഷിയിലും ഇതേമാതിരി കുള്ളൻ വിത്ത്, DG ഊജൻ എന്നു പേരുള്ള ഒരു കുള്ളൻ വിത്ത് പിന്നെ തായ്ലൻഡിൽ നിന്ന് കണ്ടെടുക്കുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, ഏകദേശം സമാനമായിട്ടുള്ള സമയത്ത് തന്നെ. എന്നിട്ട് പിന്നെ 62 പിന്നെ സുബ്രഹ്മണ്യവും സംഘവും ഈ ഗോതമ്പാണ്, ഈ ഡ്വാർഫ് ഇനങ്ങളിൽ നിന്നുണ്ടാക്കിയ ഹൈബ്രിഡ് ഗോതമ്പുകളാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് അത് ഇന്ത്യയിൽ നേരിട്ട് വിതക്കുകയല്ല ചെയ്തത്, ഇന്ത്യയിലെ ഇനങ്ങളുമായിട്ട് ഹൈബ്രിഡൈസ് ചെയ്ത് നമ്മുടെ സാഹചര്യത്തിന് യോജിക്കുന്ന സർബതി സൊണോറ 64, 64ലാണ് സൊണോറ 64 മുതലായിട്ടുള്ള ഇനങ്ങൾ ഉണ്ടാക്കിയെടുത്തു. ആ ഇനങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് അത് പഞ്ചാബില്, ഹരിയാനയില്, ഈസ്റ്റേൺ UP-യിൽ ഈ ഭാഗങ്ങളിലൊക്കെ കൃഷിക്കാർക്ക് എത്തിച്ചു കൊടുത്തു. ആ വർഷം
പിന്നെ പഞ്ചാബില് നേരത്തെ സ്കൂളൊക്കെ പൂട്ടി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊലിഞ്ഞ വിത്ത് വെക്കാൻ സ്ഥലമില്ലാതായി. സാധാരണ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കൃഷിക്കാരന്റെ ബാക്ക് യാർഡിൽ തന്നെ വെക്കാം ഗോതമ്പ്. ഇത് അത്രക്കും പൊലിഞ്ഞു വളഞ്ഞ് കൃഷിക്കാരന് വെക്കാൻ സ്ഥലമില്ലാണ്ടായി. സ്കൂളുകൾക്ക് അവധി കൊടുത്തിട്ട് സ്കൂളിലേക്ക് സ്റ്റോറേജ് മാറ്റേണ്ടി വന്നു. അതിൽ നിന്ന് ശേഷം ഇന്നും നമുക്ക് പിന്തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. നമ്മുടെ ഭക്ഷ്യശേഖരം ഇന്നും നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഗോഡൌണുകൾ ഇന്നും സമൃദ്ധിയിലാണ്. ഡോക്ടർ നോർമൻ ബോർലോഗ് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷിച്ച അദ്ദേഹമാണ്. ആ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്ന ആ പാക്കേജോടുകൂടി ഇന്ത്യക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എന്തൊക്കെയായിരുന്നു ആ പാക്കേജിന്റെ പാർട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ വിത്തിനങ്ങൾ, ജലസേചനം, രാസവളങ്ങൾ, രാസകീടനാശിനികൾ, മെക്കനൈസേഷൻ, യന്ത്രവൽക്കരണം. ഈ ഒരു 5 പാക്കേജാണ്. അപ്പോൾ ജലസേചനം കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഈ കൃഷി എന്ന് പറ്റുള്ളൂ. കാരണം ജലസേചനം നിർബന്ധമാണ് ഗോതമ്പ് കൃഷിയിൽ, പ്രത്യേകിച്ചും ഡിസംബർ ജനുവരി മുതലുള്ള സമയത്താണ് അതിൻ്റെ കൃഷി വരുന്നത്. അപ്പം അങ്ങനെ വലിയ തോതിൽ നമുക്ക് ഗോതമ്പ് ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടി പറ്റി. പിന്നീട് 1960കളുടെ അവസാനം 70ഓടുകൂടി ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിത്തിനങ്ങൾ ഇന്ത്യൻ ഇനങ്ങളുമായിട്ട് യോജിപ്പിച്ചിട്ടാണ് IR8 വരുന്നത്. 70കളിലൊക്കെയാണ് IR8 കൃഷിയൊക്കെ ഇവിടെ വരുന്നത്. അങ്ങനെ ഈ പുതിയ ഇനങ്ങളും പുതിയ പാക്കേജും വന്നതിനോട് കൂടിയിട്ട് നമുക്ക് ഭക്ഷ്യോൽപാദനം 50 ദശലക്ഷം ടണ്ണ് 1947 50 ദശലക്ഷം ടണ്ണ് ഉണ്ടായിരുന്നത് 1990 കൂടിയിട്ട് 200 ദശലക്ഷം ടണ്ണായിട്ട് നമുക്ക് ഉയർത്താൻ വേണ്ടി പറ്റി. 4 ഇരട്ടിയായിട്ട്. ഇന്ന് അത് 5 ഇരട്ടിയായിട്ട് ഉയർന്നിരിക്കുന്നു. 254 ദശലക്ഷം ടണ്ണാണ് ഇന്ന് നമ്മുടെ ഉൽപാദനം. അത്ര വലിയ തോതിൽ ലോകത്തിലെ ഒരു രാജ്യത്തിനും ഇത്ര ഒരു ചെറിയ പീരീഡിൽ ഇത്രയധികം ഉൽപാദന വർധന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ 65 തന്നെയാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വരുന്നതും, നാഷണൽ സീഡ്സ് കോർപ്പറേഷൻ വരുന്നതും, അഗ്രികൾച്ചർ റിസർച്ച് സർവീസ് വരുന്നതും, അങ്ങനെ നിരവധി സ്ഥാപനങ്ങളും സംഘടനകളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്താണ്. ഇപ്പോൾ നമുക്ക് ഉൽപാദനം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വലിയ തോതിലുള്ള കുതിപ്പാണ് അന്നേരം ഉണ്ടായിട്ടുള്ളത്. ടോട്ടൽ ഗ്രെയിൻ പ്രൊഡക്ഷൻ, ഗ്രെയിൻ ഇമ്പോർട്ട്, ഭക്ഷ്യധാന്യങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ഏകദേശം 87 നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ സാധിച്ചു. ഇന്ന് നമ്മൾ ഗോതമ്പും അരിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന അതിശക്തമായിട്ടുള്ള ഒരു കാർഷിക സാമ്പത്തിക അടിത്തറയുള്ള ഒരു രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. റൈസ് നോക്കാം, വീറ്റ് നോക്കാം, എല്ലാം ഉൽപാദനം വളരെ ഉയർന്ന തോതിൽ വന്നിട്ടുണ്ട്. പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ഉൽപാദന വർധനവാണ് വന്നിട്ടുള്ളത്. അതേസമയം ഏരിയയിൽ അത്ര വലിയൊരു ഇൻക്രീസ് വന്നിട്ടില്ല. കാരണം ഉൽപാദനക്ഷമതയും കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പുതിയ പാക്കേജാണ്. അതിൽ തന്നെ പുതിയ വിത്തിനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന കാരണമായിട്ട് ഉണ്ടായിരുന്നത്. 1950 നമ്മുടെ കേരളത്തിലെ ശരാശരി ഉൽപാദനക്ഷമത എന്ന് പറയുന്നത് 1 ഹെക്ടറിന് 500 കിലോ ആണ്, 1/2 ടൺ ആണ് നമ്മുടെ സാധാരണ നാടൻ വിനങ്ങളുടെ ഉൽപാദനക്ഷമതയായിട്ട് ഉണ്ടായിരുന്നത്. അന്ന് നമുക്കറിയാം, 50കൾ നമുക്കറിയാം, എവിടെ നോക്കിയാലും നെൽകൃഷി അല്ലേ. വെള്ളമുള്ള സ്ഥലങ്ങളിൽ 1 കൃഷി, 2 കൃഷി, 3 കൃഷി എടുക്കും. കുന്നും പ്രദേശങ്ങളിൽ പൊനം കൃഷി, താഴ്ന്ന പറമ്പുകളിൽ ഞങ്ങളുടെ കണ്ണൂരൊക്കെ പറയുന്ന പൂത്താട കൃഷി എന്നാണ്, പറമ്പിൽ മുഴുവൻ നെല്ലിടും. അങ്ങനെ എവിടെ നോക്കിയാലും നെൽകൃഷിയായിരുന്നു. പക്ഷെ 3 നേരം ഭക്ഷണം കഴിച്ച് ഉറങ്ങിയ ആൾക്കാർ ജന്മിഗൃഹങ്ങളിലെ ആൾക്കാർ മാത്രം. പിന്നെയോ എവിടെ നോക്കിയാലും പശു അല്ലേ, എവിടെ നോക്കിയാലും പശുവാണ്. പാലോ അന്നും പാൽപ്പായസം ഇല്ല, അപൂർവം ചില സമയങ്ങളിലേ പാൽപ്പായസമുള്ളൂ. അന്ന് നിങ്ങൾ ഈ കാരണന്മാരോട് ചോദിച്ചാൽ അറിയാം. എപ്പോഴാണ് പാൽപ്പായസം വരുന്നത്? ഈ കിഴക്കൻ പ്രദേശങ്ങളിൽ എരുമ വളർത്തുന്നുണ്ട്. ഇപ്പോഴത്തെ മാതിരിയല്ല, പഴയ ഒരു കാട്ടെരുമ മോഡലുള്ള എരുമയാണ്. അത് ചിങ്ങം കന്നി മാസങ്ങളിൽ ഒന്നാകെ പ്രസവിക്കും. അന്നേരം മാത്രമേ പാൽപ്പായസത്തിന് വകുപ്പുള്ളൂ. മറ്റു സമയത്ത് പാൽപ്പായസത്തിന് വകുപ്പില്ല. വെച്ചാൽ എവിടെ നോക്കിയാലും പശു, പായസമില്ല. എവിടെ നോക്കിയാലും നെല്ല്, കഴിക്കാൻ അരിയില്ല. ഇന്നോ നെല്ല് കുറഞ്ഞു വരുന്നു, പക്ഷെ ഇഷ്ടം പോലെ സുഭിക്ഷമായിട്ടുണ്ട്. പശു വളർത്തൽ ഇന്ന് 15 ലക്ഷം ആൾക്കാർ മാത്രമേ ചെയ്യുന്നുള്ളൂ കേരളത്തിൽ. പക്ഷെ ഇഷ്ടം പോലെ പാല് വന്നിട്ടുണ്ട്. ഒരു വൈരുദ്ധ്യമായിട്ട് എല്ലാം തിരിച്ചു വന്നിരിക്കുന്നു. ഇന്ന് നമുക്ക് 259 കഴിഞ്ഞ കൊല്ലത്തെ നമ്മുടെ ഉൽപാദനം വന്നിട്ടുള്ളത്. നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി വർദ്ധിച്ചു.
ഇത് പഴയകാല ലൈഫ് എക്സ്പെക്ടൻസിയാണ്. ഞാൻ സാധാരണ ഈ പ്ലസ് ടുവിനൊക്കെ പോകുമ്പം അല്ലെ പല കുട്ടികളെടുക്കും പോയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അവരോട് ചോദിക്കും, ഈ പണ്ട് കാലത്ത് ആൾക്കാർ എത്ര ജീവിച്ചിരുന്നു? അപ്പോൾ പറയും പണ്ട് എന്ന് പറഞ്ഞാൽ 90, 100, 110 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്നു. ഇപ്പോഴെത്ര ജീവിക്കുന്നു? ഇപ്പം 50, 60 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ കുട്ടികൾ പറയുന്നത്. നമ്മൾ അത്ര ആ ഒരു ലോജിക്കാണ് കുട്ടികൾക്ക് ഈ അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. ഞാൻ കുട്ടികളോട് പറയുമ്പോൾ അവരെല്ലാം വൻ നിരാശാബോധത്തിലാണ് കുട്ടികൾ. നമ്മുടെ അന്ത്യനാളുകൾ അടുത്തു കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് കുട്ടികളൊക്കെ സംസാരിക്കുക. ഇനിയിപ്പോൾ അധികം കാലമൊന്നുമില്ല എന്നുള്ള നിലക്കൊക്കെയാണ്. പ്രത്യാശ, പ്രതീക്ഷ ഒന്നുമില്ല കുട്ടികൾക്ക്. നിങ്ങളൊന്ന് ഈ 10ാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികളോട് സംവദിച്ച് നോക്കണം. ഈ മലയാളം മാഷന്മാരിങ്ങനെ ക്ലാസ്, ഞാൻ മലയാളം മാഷന്മാരായിട്ട് കുറ്റം പറയുന്നതല്ല, അങ്ങനെയുള്ളൊരു വൈകാരികമായിട്ടുള്ള അന്തരീക്ഷം നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ അവരോട് സംവദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നതാണ്. പക്ഷേ അവരോട് ഇത് പറയുമ്പോൾ ഇവരെ അത്ഭുതപ്പെട്ടു. പഴയ കാലത്തെ ഇതെത്രയായിരുന്നു, ഇന്നിപ്പോൾ എത്രയാണ് നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി എന്നുള്ളത്. ഇന്ന് 80, 85 വരെയൊക്കെ പോകുന്നു. പണ്ട് 27, 30 ആയിരുന്നു നമ്മുടെ ആയുർദൈർഘ്യം ഉണ്ടായിരുന്നത്. അത് മോഡേൺ മെഡിസിനും അതുമാതിരി തന്നെ സാമൂഹ്യ ബന്ധങ്ങളിൽ വന്ന മാറ്റവും കൃഷിയുടെ ഈ ഉൽപാദനവും അതുമാതിരി പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണവും ഒക്കെ അതിന് കാരണമാണ്. പണ്ടെന്താണ് പറയുക, കഞ്ഞിയും കപ്പപ്പറങ്കിയും അല്ലേ? നമ്മുടെ കപ്പപ്പറങ്കി എന്ന് പറഞ്ഞാൽ വറ്റൽ മുളക്, ചുവന്ന മുളക് അല്ലെങ്കിൽ ചെറിയ കാന്താരി മുളക്, അതും ഉപ്പും ഉണ്ടെങ്കിൽ കഞ്ഞി കുടിക്കുക എന്നുള്ളതാണ്. അതിൽ പിന്നെ ബാക്കിയുള്ള പോഷകത്തിനൊന്നും വകുപ്പില്ല. പരിപ്പോ പയറോ ഒന്നും വകുപ്പില്ല. കഞ്ഞി കുടിച്ച് വയറ് നിറക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. ഇന്ന് കാലം മാറിയിരിക്കുന്നു. അന്നത്തെ ചൊല്ലുകൾ നിങ്ങൾക്കറിയില്ലേ? 6 മാസം ചക്കയും മാങ്ങയും, 6 മാസം അങ്ങനെയും ഇങ്ങനെയും. എങ്ങനെയെന്ന് ചോദിക്കരുത്, അങ്ങനെയും ഇങ്ങനെയും എന്നുള്ളതായിരുന്നു പഴയ ചൊല്ലുണ്ട്. അങ്ങനെ ഒരുപാട് ചൊല്ലുകളുണ്ട്. 6 മാസം ഈ പട്ടിണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചൊല്ലുകൾ. അതെല്ലാം നമുക്ക് എത്ര പെട്ടെന്ന് മറന്നു പോകുന്നു എന്നുള്ളതാണ്. നമ്മളെ കുട്ടികളെ വീണ്ടും വീണ്ടും ഓരോ തലമുറയെയും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് ഇതൊക്കെ. ഇന്ന് നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഗോഡൌണുകൾ നിറച്ചിരിക്കുന്നു. ഒരു വർഷം ക്രോപ്പ് ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് അത്ര വലിയൊരു ഭീഷണിയൊന്നും വരുന്നില്ല. നമ്മുടെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ നമുക്ക് സ്വയം പര്യാപ്തതയുണ്ട്. നമ്മൾ ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് 4-5 ഇരട്ടിയോളം നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഏരിയ അത്രയ്ക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ ഫോറസ്റ്റ് പ്രൊട്ടക്ഷനൊക്കെ കുറേയെങ്കിലും നടക്കുന്നുണ്ട്. പക്ഷേ ഉൽപാദനം, ഭക്ഷ്യധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഉൽപാദനം നമുക്ക് എത്രയോ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് അതെല്ലാം മുഴുവൻ നല്ലതാണെന്നൊന്നും പറയുന്നില്ല. അതിൻ്റെ അഡ്വേഴ്സ് ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും ശാസ്ത്രം വിലയിരുത്തിയിട്ടുമുണ്ട്. ഒരുപാട് അഡ്വേഴ്സ് ഇമ്പാക്റ്റ്, വളരെ പ്രതികൂലമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പറയുന്നത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിക്ക്, ജൈവ വൈവിധ്യത്തിന് വന്ന വലിയൊരു ഇടിവാണ്. അത് പണ്ട് ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ കൃഷിയിടങ്ങളിലൊക്കെ ഓരോ തരം ഗോതമ്പ്, ഓരോ തരം നെല്ല് കൃഷി ചെയ്തിരുന്നത് അത്യുൽപാദന ഇനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൃഷിക്കാർ വന്നു. അപ്പോൾ ആ വിത്തുകൾ കൃഷി ചെയ്ത് കഴിഞ്ഞപ്പോൾ പഴയ വിത്തിനങ്ങൾ ഒരുപാടെണ്ണം അപ്രത്യക്ഷമായി. അതാണ് പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 1977 തന്നെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സസ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ നാടൻ വിത്തിനങ്ങൾ മുഴുവൻ ശേഖരിച്ച് -193°C സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു പ്രോഗ്രാം ഇന്ത്യയിലെ 7 സ്ഥലങ്ങളിലുണ്ട്. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. കേരളത്തിൽ തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ അത് നടക്കുന്നുണ്ട്. ഏതൊരു ബ്രീഡറും പുതിയ ഇനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ NBPGRന്റെ അതത് സെന്ററിലേക്ക് ഈ വിത്തിന്റെ ഒരു കോപ്പി കൊടുക്കണമെന്നാണ് നിയമം. അങ്ങനെ പഴയ ഇനങ്ങൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാർ തന്നെ എത്രയോ തവണ ഈ ഗ്രാമങ്ങളിലൊക്കെ കയറി ഇറങ്ങി ഈ പഴയ ഇനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ലിക്വിഡ് നൈട്രജനിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അവ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് പുതിയ ഇനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പുതിയ ഇനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് പഴയവ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. പിന്നെ ഏറ്റവും വലിയ ഒന്ന് പറയുന്നത് ഓവർ യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. അതിന് വലിയൊരു പരിധിവരെ സത്യമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അത് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പരിശോധിക്കാം. പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങൾ. ഇന്നിപ്പം പറയുന്ന കേട്ടാ തോന്നും, എന്താണ് രാസവളങ്ങൾ ഉപയോഗിച്ച് ഞങ്ങളുടെ മണ്ണ് തകർത്തില്ലേ നിങ്ങൾ? ഞാൻ എൻ്റെ കുട്ടികളെയും കൂട്ടിയിട്ട് ഈ ഒരുപാട് ഗ്രാമപ്രദേശങ്ങൾ, പ്രത്യേകിച്ച് കിഴക്കൻ പ്രദേശങ്ങളിൽ ക്ലിനിക്കൽ സർവീസിനും അഗ്രോ ക്ലിനിക്സ്. അപ്പോൾ അവിടുന്ന് പ്രത്യേകിച്ച് അച്ചായന്മാരായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ പറയും, പണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ രാസവളമൊക്കെ ഇട്ടു, കീടനാശിനിയൊക്കെ തളിച്ചു, ഞങ്ങളുടെ മണ്ണ് മുഴുവൻ നിങ്ങൾ തകർത്തു, എന്നിട്ട് ഇപ്പോഴും നിങ്ങളെ ജൈവ കൃഷിയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു.
ഇനി നിങ്ങൾ പറയുന്നൊന്നും ഞങ്ങൾ കേൾക്കാൻ തയ്യാറല്ല എന്നുള്ള നിലക്ക് അവരിങ്ങനെ ഔട്ട്ബേസ്റ്റ് ഇടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലാണ് ഇന്ന് പൊതു ആയിട്ടുള്ള ഒരു ഹൈപ്പ് ഇന്ന് അതാണ്. പക്ഷേ അതിൽ വസ്തുതയുണ്ട്. ഓവർ യൂസ് ഓഫ് നൈട്രജൻ ചില സ്ഥലങ്ങളിലെങ്കിലും പഞ്ചാബിലൊക്കെ വന്നിട്ടുണ്ട്. ഈ നൈട്രോജനിക് ഫെർട്ടിലൈസേഴ്സ് ഗ്രൗണ്ട് വാട്ടറിലേക്ക് പോയിട്ട് മെത്തിമോഗ്ലോബിനിമ ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലെ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വളരെ വൈഡ് സ്പ്രെഡ് ഒന്നുമല്ല. പലപ്പോഴും അശാസ്ത്രീയമായിട്ടുള്ള ഉപയോഗമാണ് പ്രശ്നം. പിന്നെ ഇൻക്രീസ്ഡ് ലിബറേഷൻ ഓഫ് അമോണിയ ആൻഡ് നൈട്രജൻ റിസൾട്ടിങ് ഇൻ ആസിഡ് റെയിൻ, നൈട്രസ് ഓക്സൈഡ് കോൺട്രിബ്യൂട്ട് ടു കാർബൺ ഗ്ലോബൽ വാർമിംഗ്, അതുമാതിരിയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇന്നത്തെ ഹൈപ്പ് ആൻഡ് ഫ്രൻസി എന്താണ്? മീഡിയയും എല്ലാവരും ഏറ്റു പറയുന്നത് എന്താണ്? ഫെർട്ടിലൈസേഴ്സ് നമ്മുടെ മണ്ണ് തകർത്തിരിക്കുന്നു, ഇനി ഇങ്ങ് തിരിച്ചു വരാതിരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ മണ്ണ് മുഴുവൻ രാസവളങ്ങളിട്ട് തകർത്ത് കഴിഞ്ഞു. പിന്നെ ഭക്ഷണം മുഴുവൻ പിന്നെ വിഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നെല്ലും പച്ചക്കറികളും സകല സാധനത്തിലും വിഷമാണ് എന്നുള്ളതാണ് വലിയ തോതിലുള്ള മാധ്യമ പ്രചരണം. ഒന്നുപോലും കഴിക്കാൻ പറ്റില്ല എന്നുള്ള നിലക്കാണ് മാധ്യമങ്ങളുടെ പ്രചരണമുള്ളത്. ഇപ്പൊ ഇതിനിടെ ഒരു മാസം മാതൃഭൂമിയിൽ ഒരു സീരിയൽ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ കാർഷിക സർവകലാശാലയുടെ തന്നെ വെള്ളായണിയിലുള്ള പിന്നെ ലാബറട്ടറിയിൽ പെസ്റ്റിസൈഡ് റെസിഡ്യൂ അനലൈസ് ചെയ്തതിൻ്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിങ്ങൾ നോക്കേണ്ടത്, പിന്നെ നിങ്ങൾ ഒരുപാട് പേര് അത് വായിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ നമ്മൾ നോക്കേണ്ടത് കണ്ടാമിനേഷൻ, ഒരുപാട് പിന്നെ പച്ചക്കറികളിൽ കണ്ടാമിനേഷൻ ഉണ്ടാവാം. പക്ഷെ നമ്മൾ നോക്കുന്നത് മാക്സിമം റെസിഡ്യൂ ലിമിറ്റിലും അധികമുണ്ടോ എന്നുള്ളതാണ്. ഓരോന്നിനും മാക്സിമം റെസിഡ്യൂ ലിമിറ്റ്, പരമാവധി അവശിഷ്ട വീര്യം ഓരോന്നിനും ഡിറ്റക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിരവധി ദീർഘകാല പരീക്ഷണങ്ങളിലേക്കൂടെ പിന്നെ WHO ഒക്കെയാണ് അത് ഫിക്സ് ചെയ്യുന്നത്. അതിൽ കൂടുതലുള്ള സാമ്പിളുകൾ 10% താഴെ മാത്രമേ ഉള്ളൂ. ആകെ എടുത്ത സാമ്പിളുകളിൽ, കഴിഞ്ഞ ഒരു വർഷം എടുത്ത സാമ്പിളുകളിൽ 10% താഴെ മാത്രമേ MRL വാല്യൂവിനേക്കാളും കൂടുതലുള്ള സാമ്പിളുകൾ ഉള്ളൂ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഏതില? കരിവേപ്പില. കരിവേപ്പിലൊക്കെ പുതിയ തളിര് വരുന്നവർ കീടനാശിനി അടിച്ചുകൊണ്ടിരിക്കണം. 5 തരം കീടനാശിനികളുടെ അവശിഷ്ട വീര്യമാണ് MRL വാല്യൂവിനേക്കാളും കൂടുതലായിട്ട് കരിവേപ്പിലയിൽ കണ്ടത്. പിന്നെ വരുന്നത് ഏലത്തിന്റെ തോട് പൊളിച്ചിട്ട് അതിന്റെ വിത്ത് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഈ വലിയൊരു പരിധി വരെ അത് കുറക്കാൻ വേണ്ടി പറ്റും. വിത്തിനകത്ത് ഒട്ടും തന്നെ കീടനാശിനി വരുന്നില്ല, പുറമെയാണ് അത് വരുന്നത്. പിന്നെ വരുന്നത് ശീതകാല പച്ചക്കറികളിലാണ് പിന്നെ പിന്നെ ഈ അവശിഷ്ട വീര്യം വരുന്നത്. അതിൻ്റെ ക്യാബേജിൻ്റെ ഒക്കെ പുറമെ തോല് കളയുക, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ വലിയൊരു പരിധിവരെ നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. പിന്നെ വേറൊരു കാര്യമുള്ളത്, അതിൽ പറഞ്ഞിരിക്കുന്ന പല കീടനാശിനികൾക്കും നമ്മുടെ FSSAI സ്റ്റാൻഡേർഡ് പ്രകാരമോ അല്ലെങ്കിൽ WHO സ്റ്റാൻഡേർഡ് പ്രകാരമോ മാക്സിമം റെസിഡ്യൂ ലിമിറ്റ് നിശ്ചയിച്ചിട്ടില്ല. നമ്മൾ നിശ്ചയിച്ചിട്ടില്ല, കാരണം പുതിയ കീടനാശിനികളാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയന്റെ ലിമിറ്റാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ അവരെങ്ങനെയാണ് പച്ചക്കറി കഴിക്കുന്നത്? യൂറോപ്യൻ യൂണിയനിലെ ആൾക്കാർ അവർ ഈ ഇതൊക്കെ പിന്നെ സെലറിയും പാർസലിയും ഒക്കെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് ഇട്ടിട്ട് അതിൽ കുറച്ച് ക്രീം ഒഴിച്ചിട്ട് പശു പുല്ല് തിന്നുന്നത് മാതിരിയാണ് അവർ ഈ പച്ചക്കറി സാധനങ്ങളൊക്കെ തിന്നുന്നത്. നമ്മൾ സാലഡ് കഴിക്കുന്നത് വളരെ കുറവാണ്. നമ്മളെല്ലാം പുളി രൂപത്തിലാണ്, പുളിശ്ശേരിയോ പുളിങ്കറിയോ മൊളോഷ്യമോ അല്ല ആ രൂപത്തിൽ അധികത്തിന് പുളി ഉണ്ടാവും. ഈ പുളിയിൽ തന്നെ വലിയ തോതിൽ ഈ അവശിഷ്ട വീര്യം വിഘടിച്ച് പോവും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അങ്ങനെയുള്ള പച്ചക്കറികൾ വേവിച്ചിട്ട് അതിൻ്റെ പിന്നെ ഭക്ഷണ രൂപത്തിലാക്കിയിട്ട് അതിൽ നിന്നുള്ള അവശിഷ്ട വീര്യം ഉണ്ടോ എന്ന് പരിശോധിക്കലാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പക്ഷെ അതല്ല നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. കാരണം ഇതൊന്ന് ഫിക്സ് ചെയ്യാത്ത പിന്നെ കീടനാശിനികളായതുകൊണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൽ പറയുന്നില്ല. 10% താഴെ മാത്രമേ റെസിഡ്യൂ ഉള്ളൂ എന്നുള്ള തോതിലല്ല പറയുന്നത് എന്ന് മാത്രമല്ല, അതും കൂടെ നോക്കണം. പിന്നെ ഓൾ ഇന്ത്യ കോഓർഡിനേറ്റഡ് റിസർച്ച് പ്രോജക്റ്റ് ഓൺ പെസ്റ്റിസൈഡ് റെസിഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ 25 കൊല്ലമായിട്ട് നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ 26 സെന്ററുകളിൽ നടക്കുന്നുണ്ട്. പക്ഷേ പിന്നെ അതിൽ കാണുന്നത് കഴിഞ്ഞ 10 വർഷം മുമ്പുള്ള ഡാറ്റയും ഇപ്പോഴത്തെ ഡാറ്റയും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കീടനാശിനിയുടെ അംശം കുറഞ്ഞു വരുന്നതായിട്ടാണ്. മുമ്പേ പാലിലും എണ്ണയിലും 40 ഐറ്റംസ് ആണ് എടുക്കുന്നത്. മുമ്പേ പാലിലും എണ്ണയിലും ഒക്കെ ഈ പിന്നെ DDTയുടെ അംശം കണ്ടിരുന്നു. പക്ഷെ ഇന്ന് കാണുന്നില്ല. ഇന്ന് വളരെ വളരെ അപൂർവമായിട്ട് അത് കാണുന്നുള്ളൂ. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവശിഷ്ട വീര്യം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പത്രക്കാർ പറയില്ല. കൂടുന്ന കാര്യങ്ങൾ അത് മാത്രമേ പറയുന്നുള്ളൂ. ആശാവഹമായിട്ടുള്ള രീതിയിലാണ് മെച്ചപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നുള്ള നിലക്കല്ല അതിലുള്ള ഒരു ടോൺ ഉള്ളത്.
പിന്നെയോ ഈ ക്യാൻസർ ഇതെല്ലാം വരുന്നത് കീടനാശിനി കൊണ്ടാണ്. നമ്മുടെ ചുറ്റുപാടും നോക്ക്, സകല ദിക്കിലും സകല ആൾക്കാർക്കും ക്യാൻസറാണ്. ഇതിനൊക്കെ കാരണം കീടനാശിനികൾ. ഞാനൊക്കെ എത്ര കേൾക്കുന്നതെന്നറിയോ, ഇത് ഓരോ ദിക്കിൽ പോയി കഴിഞ്ഞാൽ എല്ലാം കീടനാശിനികൾ കൊണ്ടാണ് ക്യാൻസർ വരുന്നത് എന്നുള്ള നിലക്കാണ്. പക്ഷെ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. കേരള സൊസൈറ്റി ഈസ് ആൻ ഏജിങ് സൊസൈറ്റി കമ്പയർഡ് ടു അതർ സൊസൈറ്റീസ്, അല്ലെ? കർണാടകയിലോ തമിഴ്നാട്ടിലോ ഉള്ളതിനേക്കാളൊക്കെ ഉപരി കൂടുതൽ ജനങ്ങളുടെ സമൂഹത്തിൽ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കേരള സമൂഹത്തിൽ കൂടുതലാണ്. കാരണം നമ്മൾ വളരെ നേരത്തെ തന്നെ നമ്മുടെ ജനന നിയന്ത്രണമൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്ന് മാത്രമല്ല, നമ്മുടെ ആയുർദൈർഘ്യം, കേരളത്തിലെ ആയുർദൈർഘ്യം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ ആയുർദൈർഘ്യത്തെക്കാളും കൂടുതലാണ്. അപ്പോൾ വൃദ്ധന്മാരുടെ പ്രപ്പോർഷൻ നമ്മുടെ സൊസൈറ്റിയിൽ കൂടുതലാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ക്യാൻസർ ഏറ്റവും കൂടുതൽ കോറിലേഷൻ ഉള്ളത് വയസ്സുമായിട്ടാണ്. പ്രായം കൂടുന്തോറും ക്യാൻസർ വരാനുള്ള സാധ്യത കൂടി വരുന്നു എന്നുള്ളത് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ അതെവിടെയും പറയില്ല. എന്ന് മാത്രമല്ല, നമ്മുടെയൊക്കെ ശരീരത്തിൽ ഇതുവരെയുള്ള പഠനപ്രകാരം 11 പ്രോട്ടോ ഓങ്കോ ജീൻസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് കാരണം കൊണ്ട് വേണമെങ്കിൽ അത് ട്രിഗർ ചെയ്യപ്പെടാം. ചിലപ്പോൾ അച്ചാറിന്റെ മുകളിലുള്ള വെളുത്ത പൂപ്പലില്ലേ, നമ്മളതൊരു സ്പൂണിട്ടൊരു കലക്കിയിട്ട് ദോശ കെടുക്കും. ആ വെളുത്ത പൂപ്പലിലെ ചില കെമിക്കൽസ് ആവാം ചിലപ്പോൾ ഒരാളിൽ ക്യാൻസർ ട്രിഗർ ചെയ്യുന്നത്. ക്യാൻസർ ട്രിഗർ ചെയ്യുന്ന ആയിരക്കണക്കിന് വസ്തുക്കൾ പ്രകൃതിയിൽ തന്നെയുണ്ട്. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബയോളജിസ്റ്റിന്റെ 1990 തന്നെയുള്ള ഒരു പഠനപ്രകാരം ഏകദേശം 1000-ഓളം പ്രകൃതിയിലുള്ള വസ്തുക്കൾ, ആൽക്കലോയിഡുകളും മറ്റും ക്യാൻസർ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രകൃതിയിലേക്ക് ഇതെല്ലാം വിട്ട് പ്രകൃതിയിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ക്യാൻസർ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നതിലൊന്നും യാതൊരു കാര്യവുമില്ല. പ്രകൃതിയിലും ക്യാൻസർ ജന്യ വസ്തുക്കൾ, കാർസിനോജൻസ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമേ അതിലുള്ളൂ. എൻഡോസൾഫാൻ, ഇപ്പം ഏറ്റവും കൂടുതൽ പറയുന്നത് എൻഡോസൾഫാൻ ട്രാജഡിയാണ്. പത്രങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അറിയാം. അത് മുഴുവൻ ഫ്രോഡാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ബാക്കിയുള്ള ഏത് നാട്ടിലുള്ള രീതിയിലുള്ള സൂക്കേട് മാത്രമേ കാസർഗോഡ് ജില്ലയിലെ ഈ തളിച്ച സ്ഥലങ്ങളിലുള്ളൂ. അതിൻ്റെ മുഴുവൻ കണക്കുകളിലെ ഒരു ലേഖനം യുക്തിയുഗത്തിൽ ഈ മാർച്ചിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണക്കുകളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഉള്ള സെക്കൻഡറി ഡാറ്റ വെച്ചിട്ടുള്ള കണക്കുകൾ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഡിബേറ്റ് കഴിഞ്ഞ വർഷം നടത്തിയതുമാണല്ലോ. ഇനി ഇങ്ങനെ ഭീകരമായിട്ടുള്ള ഇതൊക്കെയാണ് ഇന്നത്തെ കൃഷി, ആധുനിക കൃഷി കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, കംപ്ലീറ്റ് ജൈവ കൃഷി, ഇതിലേക്ക് പ്രകൃതിയിലേക്ക് തിരിച്ചു പോവുക. പിന്നെ മറ്റു പല രീതിയിലുള്ള കൃഷികളുണ്ടല്ലോ, ഡു നത്തിങ് ഫാമിംഗ്, അല്ലെങ്കിൽ ഋഷിഖേതി, ഋഷിമാരുടെ കൃഷി, അല്ലെങ്കിൽ ഇപ്പം ഒരു ഇതായിട്ട് പിടിച്ചിരിക്കുന്നത് സുഭാഷ് പലേക്കറിന്റെ സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് ആണ്. പാലക്കാട് ജില്ലയിലൊക്കെ അതിന് ഒരുപാട് പ്രൊപ്പോണൻസ് ഉണ്ട്. സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ്. പിന്നെയോ ബയോഡൈനാമിക് ഫാമിംഗ്, ഇപ്പോഴും ലേശം കുറഞ്ഞിട്ടുള്ളത് ബയോഡൈനാമിക് ഫാമിംഗ്, പെർമാകൾച്ചർ, ഹോമ ഫാമിംഗ്, അഗ്നിഹോത്ര ഫാമിംഗ്, ഇങ്ങനെ നിരവധി ഇത് കൃഷിയിലുള്ള ആത്മീയത ചോർത്തിക്കളഞ്ഞല്ലോ ആധുനിക കൃഷി. ആ ആത്മീയതയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഈ കൃഷിയിലേക്ക് കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു താതാത്മ്യം കൊണ്ടുവരിക, അങ്ങനെ ഒരു കൂടുതൽ മെച്ചപ്പെട്ട കൃഷിയും എൻവയോൺമെന്റും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ട് പറയുന്നത്. പിന്നെ വിഷമില്ലാത്ത ഭക്ഷണം നമുക്ക് കഴിക്കാം. ആകപ്പാടെ 4 പച്ചക്കറി ഉണ്ടാക്കും. കഴിഞ്ഞ കൊല്ലം മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഉണ്ടാക്കിയ പയറും പരിപ്പുമാണ് ഇക്കൊല്ലം വെട്ടി വിഴുങ്ങുന്നത് എന്ന് ആരും ആലോചിക്കുന്നില്ല. ഒരു കൊല്ലം അത് എങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നു? വെയർ ഹൗസസിൽ ഒന്ന് പോയി നോക്കണം. കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള കീട രോഗ നിയന്ത്രണ മാർഗങ്ങൾ വളരെ ശാസ്ത്രീയമായിട്ടുള്ളത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വെയർ ഹൗസ്. കാരണം അവിടെ സ്റ്റോറേജ് അട്ടിയായിട്ട് വർഷം മുഴുവനും നെല്ലും ഗോതമ്പും പയർവർഗ്ഗങ്ങളും അല്ലേ നിൽക്കുന്നത്. കീടങ്ങൾക്ക് വർദ്ധിക്കാൻ ഇതിലും പറ്റിയ സാഹചര്യം വേണോ? കീടങ്ങളുടെ വർദ്ധിക്കാനുള്ള കഴിവാണെങ്കിൽ അപാരമാണ് താനും. ഞാൻ സാധാരണ ക്ലാസ്സിൽ പറയുന്ന ഒരു എക്സാമ്പിള്, ഒരു ജോഡി ഈച്ച ദമ്പതികൾ അവരെ അനിയന്ത്രിതമായിട്ട് പെരുകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് ഈ ഭൂമിയുടെ കടലടക്കം ഉള്ള ഭൂമിയുടെ ഉപരിതലത്തിൽ 80 അടി കനത്തിൽ ഉണ്ടാവാൻ മാത്രം ഈച്ചകൾ ഉണ്ടാവും എന്നാണ് കണക്ക്. ഒരു ജോഡി ഈച്ച ദമ്പതികളെ അങ്ങ് വർദ്ധിക്കാൻ വേണ്ടി വിട്ട്. അത്രക്കും വലിയ തോതിലാണ് ഈ കീടങ്ങളുടെ പ്രവർത്തനം ചെയ്യാനുള്ള ശേഷിയുള്ളത്. പക്ഷേ നമ്മൾ അങ്ങനത്തെ ഇതൊന്നും പറയില്ല. കഴിഞ്ഞ കൊല്ലത്തെ അത് മുഴുവൻ നമ്മൾ വീട്ടിലേക്ക് പയറ് മേടിച്ചാൽ ഏകദേശം 1 മാസം കഴിയുമ്പോഴേക്ക് തന്നെ ശരിക്കും സൂക്ഷിച്ചു വെച്ചിട്ടില്ലെങ്കിൽ അത് മുഴുവൻ കുത്തിപ്പോവും. പക്ഷെ ഗോഡൗണിൽ 1 കൊല്ലം നിൽക്കുന്നത്
ശാസ്ത്രീയമായിട്ടുള്ള തോതിൽ തന്നെ കീടനാശിനികൾ അത് പല രൂപത്തിലുള്ളതുണ്ട്, അത് ഉപയോഗിച്ചു കൊണ്ടാണ് ഗോഡൌണിൽ ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. ഇപ്പം പറയുന്നത് ഓർഗാനിക് ഫാമിംഗ് ഇതൊക്കെയാണ് നാളത്തെ കൃഷി, ഇത് മുഴുവൻ ജൈവ കൃഷിയിലേക്കൂടിയാണ് വരേണ്ടത്, രാസവളങ്ങൾ മുഴുവൻ പ്രശ്നമാണ് എന്നുള്ള നിലക്ക് രാസവളങ്ങളും പിന്നെ ഇതും കീടനാശിനികളും ഒക്കെ വലിയ എന്ന് മാത്രമല്ല പിന്നെ ഹോർമോൺസും അതുമാതിരിയുള്ളതെല്ലാം ആന്റിബയോട്ടിക്കുകളും എല്ലാം പ്രശ്നമാണ് എന്നുള്ള നിലക്കാണ് പറഞ്ഞു വരുന്നത്. വൺ സ്ട്രോ റെവല്യൂഷൻ 1984 ഈ വൺ സ്ട്രോ റെവല്യൂഷൻ്റെ ഒരു കോപ്പി, ആദ്യത്തെ കോപ്പി, ഞാനന്നൊരു ഭയങ്കര പ്രകൃതി തീവ്രവാദിയാണ്. ഞാൻ അഗ്രികൾച്ചർ കോളേജിൽ 82 പഠിക്കുന്ന കാലത്ത് ഇവിടെ തൃശ്ശൂർ ഭയങ്കര തീവ്രവാദിയാണ്. ഞാൻ 84 പുസ്തകം ഇറങ്ങിയ ഉടനെ തന്നെ ബോംബെയിലേക്ക് റൊഡേൽ പ്രസ്സിലേക്ക് അത് എഴുതി വരുത്തുകയും അത് വായിക്കുകയും എൻ്റെ അധ്യാപകരെടുക്കെ പോയിട്ട് സാർ നാളത്തെ കൃഷി ഇതാണ്, നിങ്ങൾ ഈ പഠിപ്പിക്കുന്നതൊന്നും ശരിയല്ല എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് ഈ പുസ്തകത്തിനെ ഇതാക്കിക്കൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വൺ സ്റ്റാർ റെവല്യൂഷൻ അങ്ങനെ നിരവധി പുസ്തകങ്ങൾ ഇപ്പം പുറത്തിറങ്ങിയിട്ടുണ്ട് മസാനോബു ഫുക്കുവോക്കയുടെ. അപ്പോൾ പിന്നെ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ റുഡോൾഫ് സ്റ്റെയ്നറുടെ ബയോഡൈനാമിക് ഫാമിംഗ് ഇത് തുടങ്ങിയത് 1920കളിലാണ് അദ്ദേഹം ഈ തുടങ്ങുന്നത്. ബയോഡൈനാമിക് ഫാമിംഗ് റുഡോൾഫ് സ്റ്റെയ്നറുടെ ഇതിൽ പിന്നെ അതിൻ്റെ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ നമ്മൾ ഈ യാഗം നടത്തുമ്പം പ്രകൃതിയും മനുഷ്യനും കംപ്ലീറ്റ് ഒരു താതാത്മ്യം വരും, ആഗോള സമാധാനത്തിന് എന്നൊക്കെ പറയില്ലേ, ആ മോഡലുള്ള ഒരു കൃഷിയാണ് ഇദ്ദേഹം ഈ ബയോഡൈനാമിക് ഫാമിങ്ങിലൂടെ പറയുന്നത്. ഇതിൽ പിന്നെ പറയുന്നത് ഒന്ന് കൊമ്പ് വളം, പോത്തിൻ്റെയോ അല്ലെങ്കിൽ അതുമാതിരിയുള്ള മൃഗങ്ങളുടെ കൊമ്പിൽ വളം, സിലിക്കോൺ പൂഴിയും അതുമാതിരിയുള്ള സാധനങ്ങളൊക്കെ നിറച്ചുകൊണ്ട് അത് ചില പ്രത്യേക സമയത്ത് മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അത് ഇടത്തെ കൈനെ കൊണ്ട് ഇങ്ങനെ ഇടത്തോട്ടേക്ക് തിരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഇത് കുഴിച്ചിടണം. കുഴിച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ട് ഈ കറിയിൽ ഉപ്പിടുന്നത് മാതിരി വളരെ ചെറിയ തോതിൽ ഇത് കലക്കി പറമ്പിൽ മുഴുവൻ തളിച്ചു കഴിഞ്ഞാൽ പറമ്പിലെ സൂക്ഷ്മജീവികൾ മുഴുവൻ വർദ്ധിക്കുകയും അതുവഴി പൂർണ്ണമായിട്ട് കൃഷി സാധ്യമാവുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തത്വം. രണ്ടാമത്തെ തത്വം എന്ന് പറഞ്ഞാൽ ഈ ലോകം, പ്രപഞ്ചം മുഴുവനും ഈതർ എന്നുള്ളൊരു സാധനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് മനുഷ്യനിലുണ്ട്. അതുകൊണ്ട് ഈ ഗ്രഹങ്ങൾ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുമ്പം ഗ്രഹങ്ങളുടെയൊക്കെ കാര്യം പ്രത്യേകം പരിഗണിക്കണം. പ്രധാനമായിട്ടും എന്താണ് ചന്ദ്രൻ്റെ ആകർഷണം ചെടികളിൽ ഭയങ്കരമായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ചെടികളൊക്കെ പിന്നെ പ്രത്യേകിച്ച് മുറിച്ചിട്ട് നടുമ്പോൾ നമ്മൾ പിന്നെ ഇത് ഈ പൂർണ്ണചന്ദ്രൻ്റെ അടുത്തുള്ള ദിവസങ്ങളിലോ പൂർണ്ണചന്ദ്രൻ ആയ ദിവസമോ ഇത് ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം ഈ പൂർണ്ണചന്ദ്രൻ്റെ പിന്നെ ഇതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ചെടിയിൽ നിന്നും വെള്ളം നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ ഈ ചെടി തെഴുത്ത് വരില്ല എന്നുള്ളതാണ് അതിൻ്റെ തത്വം പറയുന്നത്. അപ്പോൾ ഇത് പിന്നെ ഇരുട്ടിയിൽ ഉളിക്കൽ എന്നുള്ള പറഞ്ഞ സ്ഥലത്ത് അവിടെ ഇതുമാതിരിയുള്ള ആൾക്കാരുടെ ഭയങ്കര കൂട്ടമാണ്. ഞാൻ എൻ്റെ കുട്ടികളെയും കൂട്ടിയിട്ട് അവിടെ ഒരു ക്ലിനിക്കിന് പോയി. എന്നിട്ട് എൻ്റെ കുട്ടികളൊക്കെ അവർ കംപ്ലീറ്റ് പരാജയപ്പെടുത്തി കളഞ്ഞു ഇത് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ പിന്നെ ചെടിയിൽ നിന്ന് അധികം നീര് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ റബ്ബർ ടാപ്പ് ചെയ്യുമ്പോൾ പൂർണ്ണചന്ദ്രൻ്റെ അടുത്തുള്ള ദിവസങ്ങളിൽ കൂടുതൽ പാല് കിട്ടണ്ടേന്ന് ചോദിച്ചു. അതിനോട് കൂടെ ആർക്കും ഉത്തരവില്ലാണ്ടായി. കാരണം ചെറിയൊരു മേഘത്തിന്റെ കാറ് വരുമ്പോൾ, ഒരു മേഘക്കാറ് വരുമ്പോൾ പോലും റബ്ബറിന്റെ പാൽ അപ്പം കുറയും. അത് ടാപ്പ് ചെയ്യുന്നവർക്ക് അറിയുന്നതാണ്. അങ്ങനെ വരുമ്പോൾ പൂർണ്ണചന്ദ്രൻ വരുമ്പോൾ പാല് ഭയങ്കരമായിട്ട് കൂടുകയും അമാവാസി വരുമ്പോൾ പാല് കുറയുകയൊക്കെ ചെയ്യേണ്ടതാണ് ഇവരുടെ കണക്ക് പ്രകാരം. ഒന്നുമില്ലാന്ന് കൃഷിക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തി. പിന്നെ അവർ ഞങ്ങളുടെ കുട്ടികളോട് എന്താണ് നിങ്ങൾ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ പറയാൻ വേണ്ടി തുടങ്ങി. അപ്പം ഇങ്ങനെയുള്ള തത്വങ്ങളാണ് പിന്നെ ബയോഡൈനാമിക് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. പിന്നെ വേറെന്ന് പറയുന്നത് അഗ്നിഹോത്ര ഫാമിംഗ്. ഇതിപ്പം കുറച്ചു കാലമായിട്ട് തുടങ്ങിയ പരിപാടിയാണ്. ഇത് പിന്നെ ഞാൻ ധാർവാഡ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രോഗ്രാമിന്, ഒരു സെമിനാറിന് പോയി കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ അദ്ദേഹം പറയുന്നു അഗ്നിഹോത്ര ഫാമിംഗ് നല്ലതാണ്. ആലോചിച്ച് നോക്കണം നമ്മുടെ ആൾക്കാരുടെ സയന്റിഫിക് സെൻസ് അത്രയുണ്ട്. അഗ്നിഹോത്ര ഫാമിംഗ് നല്ലതാണ്, അതിനെക്കൊണ്ടുള്ള ഗുണഗണങ്ങളെക്കുറിച്ചൊന്നും പറയാതെ വയ്യ. നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള വേവ്സ് ഉണ്ടാവും. ആ വേവ്സ് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ മുഴുവൻ ഒരു ഹാർമണി ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ കംപ്ലീറ്റ് മനുഷ്യനും പ്രകൃതിയും ഒക്കെ തമ്മിൽ ഹാർമണി ഉണ്ടാവും. അതിനോട് കൂടിയിട്ട് കൃഷിയിടങ്ങളിൽ കീടങ്ങളും രോഗങ്ങളൊന്നും വരില്ല. അപ്പോൾ കൃഷിയെല്ലാം മെച്ചപ്പെടും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തു ആ സെമിനാറിൽ വെച്ചിട്ട്. അന്നേരം പറയുന്നത് അഗ്നിയുടെ എഫക്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി പറ്റുമോ
എന്നാണ് അദ്ദേഹം എന്നോട് തിരിച്ചു ചോദിച്ചത്. അങ്ങനെയുള്ള ഇഫക്റ്റ് എന്തായാലും കാണും, നമ്മൾ പരീക്ഷിച്ചറിയേണ്ടതാണ്, എന്തായാലും ഇല്ലാണ്ടിരിക്കില്ല. നിങ്ങൾ മൊത്തമായിട്ട് ഡിനേ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഒരുപാട് സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ചെല്ലണേ അത് ഇതാക്കുമ്പം. നാം സൂര്യായ സ്വാഹ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെല്ലണം എന്നാണ് എൻ്റെ ഒരു കണക്ക്. ഇതാണ് അതിൻ്റെ റാഷണൽ. The Agnihotra heaven creates a powerful vibration in the atmosphere which affects the entire environment. Negative energy is replaced by positive energy. Harmful bacteria and viruses are rendered harmless, and biological clock working in plants, animals and humans is brought into balance. മഹത്തായിട്ടുള്ള ഒരാശയാണ്. ഇങ്ങനെയാണ് അഗ്നിഹോത്ര ഫാമിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പ്രത്യേകിച്ച് കർണാടകയിലും ആന്ധ്രാപ്രദേശിലൊക്കെ ആൾക്കാർ അഗ്നിഹോത്ര ഫാമിംഗ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് വിദേശ രാജ്യങ്ങൾ വരെ ചെയ്യുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ഇങ്ങനെ പിന്നെ ജൈവകൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ രാസവളങ്ങൾ, പിന്നെ കീടനാശിനികൾ, മറ്റു രാസവസ്തുക്കൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്ന കൃഷിയായിട്ടാണ് ജൈവകൃഷിയെക്കുറിച്ച് പറയുന്നത്. പക്ഷെ അതിൽ പോലും ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്. പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ USDA അഗ്രികൾച്ചർ അതിന്റെ ഓർഗാനിക് അഗ്രികൾച്ചറിൽ പറയുന്നത് പിന്നെ നീം ഫോർമുലേഷൻസ്, വേപ്പധിഷ്ഠിതമായിട്ടുള്ള ഫോർമുലേഷൻസ് ഒന്നുമേ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇന്ത്യയിൽ നമ്മുടെ സർക്കാരിൻ്റെ നാഷണൽ പ്രോഗ്രാം ഓഫ് ഓർഗാനിക് പ്രൊഡക്ഷൻ NPOP പറയുന്നത് വേപ്പധിഷ്ഠിത കീടനാശിനികളും മറ്റ് കുമിൾനാശിനികളൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ പല രാജ്യങ്ങളിലെയും കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ഉണ്ട്. ജർമ്മനിയിലെ കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരാണ് പിന്നെ അവർക്ക് കിട്ടേണ്ട പ്രോഡക്റ്റിൻ്റെ കൃഷിയുടെ കാര്യങ്ങൾ പറയുന്നത്. അതിലവർ പറയുന്നത് യാതൊരുവിധ രാസകീടനാശിനികളും ഒന്നും ഉപയോഗിച്ചുകൂടാ എന്നൊക്കെ പറയുന്നു. ഒരു കൺസ്യൂമർ അങ്ങനെ പറയുന്നത് മനസ്സിലാക്കാം, കാരണം അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അവന് പ്രധാനമാണ്. പക്ഷെ ഒരു സ്റ്റേറ്റ് മുഴുവൻ പോളിസി മാറുക എന്ന് പറയുന്നത് അത് വേറൊരു കാര്യമാണ്. ചില സെക്ടറിൽ അങ്ങനെ ഉണ്ടാവുന്നത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പിന്നെ ജൈവകൃഷി നമുക്ക് എത്രമാത്രം നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജൈവകൃഷി ആയാലും രാസകൃഷി ആയാലും അങ്ങനെ ദ്വന്ദ്വമേ ഇല്ല. എപ്പോഴും ശാസ്ത്രീയമായിട്ടുള്ള കൃഷി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ്റ് മാനേജ്മെൻറ്റ്, സംയോജിതമായിട്ടുള്ള പോഷണം, സംയോജിത രോഗകീട നിയന്ത്രണം, ഇൻ്റഗ്രേറ്റഡ് ഡിസീസ് ആൻഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ള നിലക്കുള്ളതാണ് നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള കൃഷിയിൽ പറയുന്നത്. എല്ലാവിധ മാർഗങ്ങളും ഉപയോഗിക്കാം. ഏറ്റവും അവസാനമായിട്ട് വളരെ സൂക്ഷിച്ചുകൊണ്ട് കീടനാശിനികൾ ഉപയോഗിക്കാം എന്നുള്ള നിലക്കാണ് അത് എപ്പോഴും പറയുന്നത്. മറ്റല്ലാണ്ട് കീടനാശിനി തന്നെ ആദ്യം വന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. പക്ഷെ കൃഷിക്കാരൻ ഉപയോഗിക്കുമ്പോൾ അവന് ബാക്കിയുള്ള ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് കീടനാശിനി ആദ്യം തന്നെ ഉപയോഗിച്ചു എന്ന് വരും. പക്ഷെ നമ്മൾ പറയുന്നതല്ലാതെ നമ്മൾ കൃഷിയുടെ ശാസ്ത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പിന്നെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അത് പ്രകൃതിയിൽ നിന്ന് പ്രകൃതിദത്ത അത് ലഭിക്കുന്ന മൂലകങ്ങളാണ്. പിന്നെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം. പണ്ട് NPK, നരി, പുലി, കടുവ എന്നാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. NPK എന്ന് പറയുന്ന മൂലകങ്ങൾ. പിന്നെ സെക്കൻഡറി ന്യൂട്രിയൻസ് ആയിട്ടുള്ള കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ. സൂക്ഷ്മ മൂലകങ്ങളായിട്ടുള്ള അയൺ, മാംഗനീസ്, സിങ്ക്, മോളിബ്ഡനം, കോപ്പർ, ബോറോൺ, ക്ലോറിൻ. ഇത്രയും മൂലകങ്ങളാണ് ചെടിക്ക് വേണ്ടത്. ഒരു ചെടിയുടെ സാധാരണ വളർച്ചയ്ക്കും ഉൽപാദനത്തിനും ഒക്കെ വേണ്ടത് ഇത്രയും മൂലകങ്ങളാണ്. ഇത് ചെടി വലിച്ചെടുക്കുന്നത് ഓർഗാനിക്കായിട്ട് സപ്ലൈ ചെയ്തുവോ, ചാണകങ്ങളോ അല്ലെങ്കിൽ പിണ്ണാക്കുകളോ വഴി സപ്ലൈ ചെയ്തുവോ അല്ല, നിങ്ങൾ രാസവളം വഴി സപ്ലൈ ചെയ്തുവോ എന്ന് നോക്കിയിട്ടേ അല്ല. അത് അയോണിക് രൂപത്തിലാണ് വലിച്ചെടുക്കുന്നത്. നമ്മൾ ഓർഗാനിക് രൂപത്തിൽ ഇട്ട് കഴിഞ്ഞാലും അത് മണ്ണിലേക്കെത്തി അത് മിനറലൈസേഷൻ നടന്ന് സൂക്ഷ്മജീവികൾ പ്രവർത്തിച്ച് അതിനെ മിനറൽ രൂപത്തിലേക്കാക്കി മാറ്റി അയോണിക് രൂപത്തിലാണ് ചെടി അത് വലിച്ചെടുക്കുന്നത്. എങ്ങനെ കൊടുത്താലും ചെടിക്ക് ഒരു പ്രശ്നമില്ല എന്നർത്ഥം. എങ്ങനെ കൊടുത്താലും അതിന് പ്രശ്നമൊന്നുമില്ല, അത് വലിച്ചെടുക്കും. ഇപ്പോൾ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാഖയുണ്ട്. ഹൈഡ്രോപോണിക്സ് കേട്ടിട്ടുണ്ടാവും. പൂർണ്ണമായിട്ടും വെള്ളത്തിൽ ചെടി വളർത്തുക, പൂർണ്ണമായിട്ടും പോഷകാംശം അടങ്ങിയ വെള്ളത്തിൽ ചെടി വളർത്തുക. അതിന് എയറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വേരിന് വായു കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ചെയ്യാം. അങ്ങനെ ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന തക്കാളിയും മറ്റു പച്ചക്കറികളും ഒക്കെ സ്വാദിൽ യാതൊരു വ്യത്യാസവുമില്ല. മറ്റേതുമായിട്ട് യാതൊരു വിധത്തിലും സ്വാദിൽ വ്യത്യാസമില്ല. ഹൈഡ്രോപോണിക്സ് വഴി ഉണ്ടാക്കിയാലും നമ്മളെ പൂർണ്ണമായിട്ട് ജൈവവളങ്ങൾ കൊടുത്തുണ്ടാക്കിയാലും ജൈവവളങ്ങളും രാസവളങ്ങളും കൊടുത്തുണ്ടാക്കി കഴിഞ്ഞാലും സ്വാദിൽ വ്യത്യാസമൊന്നുമില്ല. മൂലകങ്ങൾ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ ചില വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പറയും, സാറേ
രാസവളം തൊടാത്ത പഴമാണ് നിങ്ങൾ കഴിക്കണം, നല്ല സ്വാദുള്ള പഴമാണ്, ഞങ്ങളെ തോട്ടത്തിൽ ഉണ്ടാക്കിയതാണ്, രാസവളം അടുപ്പിച്ചിട്ടില്ല. നമ്മൾ പഴത്തിന്റെ തോല് കളഞ്ഞിട്ട് കഴിക്കുമ്പോൾ അതിനുള്ള കല്ല് ഇല്ലേ, പഴം കല്ലിക്കൂല, ചിലപ്പോൾ ഇങ്ങനെ കല്ലിച്ച് വരും. എന്താ കാര്യം എന്നറിയോ? അതിൻ്റെ അകത്ത് പൊട്ടാഷ് എന്ന് പറയുന്ന മൂലകത്തിന്റെ കുറവ് വരുമ്പോൾ പഴത്തിന് കല്ലിപ്പ് വരും. അതുകൊണ്ടാണ് കല്ലിക്കുന്നത്. അപ്പോ അവിടെ പൊട്ടാഷ് എന്ന് പറയുന്ന രാസവളം കൊടുത്തു കഴിഞ്ഞാൽ പഴത്തിന് സ്വാദ് കൂടുകയേ ഉള്ളൂ, കുറയുകയല്ല ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ പൊതുധാരണയുള്ളത്. നമ്മുടെ പൊതുധാരണ എന്താണ്? രാസവളം ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം സ്വാദ് അങ്ങ് പോയി അല്ലേ? ഇതാണ് നമ്മുടെ പൊതുധാരണയുള്ളത്. മൂലകങ്ങൾ സന്തുലിതമായിട്ടുള്ള അവസ്ഥയിൽ ഉണ്ടെങ്കിലാണ് സ്വാദ് കൂടുക എന്നുള്ളതാണ് ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും മൂലകങ്ങൾ. ഇനി കേരളത്തിന്റെ അവസ്ഥ നമുക്ക് പരിശോധിച്ച് നോക്കാം. കേരളത്തിന്റെ അവസ്ഥയിൽ ഇതിപ്പോ 3 തരത്തിലുള്ള മണ്ണാണ് കാണിച്ചിട്ടുള്ളത്. ആ റൗണ്ട് ഇട്ടിരിക്കുകയാണ് കേരളത്തിലെ മണ്ണ്. കേരളത്തിലെ നമ്മുടെ മണ്ണ് എന്ന് പറഞ്ഞാൽ ചെങ്കൽ പാറയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മണ്ണാണ്. ചെങ്കൽ പാറയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മണ്ണാണ് അത്. കനത്ത മഴയും കനത്ത വെയിലും കൊണ്ട് നൂറ്റാണ്ടുകളായിട്ട് വെതറിങ് വന്നിട്ടുള്ള ഒരു മണ്ണാണ്. അതിലെ ജൈവാംശത്തിന്റെ പാളി വളരെ നേർത്തൊരു പാളി മാത്രമേ ഉള്ളൂ, അത്രയും നിലനിൽക്കുള്ളൂ, ബാക്കിയെല്ലാം ഒലിച്ചു പോവും. ആ നേർത്തൊരു പാളിയിൽ മാത്രമാണ് പ്രധാനപ്പെട്ട മൂലകങ്ങളുള്ള ജൈവാംശം ഉള്ളത്. താഴത്തോട്ടേക്കൊക്കെ ബാക്കിയുള്ള മൂലകങ്ങൾ കുറഞ്ഞ് ഇരുമ്പും അലുമിനിയവും ധാരാളമായിട്ട് അടങ്ങിയ ഭാഗങ്ങളാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ചുവന്ന മണ്ണായിട്ട് അത് കാണുന്നത്. ഇത്ര മഴ കിട്ടാത്ത മറ്റ് പ്രദേശങ്ങളിൽ കുറച്ചും കൂടെ ജൈവാംശം കൂടുതലുള്ള മണ്ണായിരിക്കും, കാരണം വെതറിങ് ഇത്ര നടക്കുന്നില്ല. അപ്പൊ ഇത്രയും ജൈവാംശം കുറഞ്ഞ മണ്ണിൽ നമ്മുടെ കേരളത്തിലെ മണ്ണിന്റെ ജൈവാംശം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1%, 1.5%, മാക്സിമം 2% ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ ഇത്രയും കുറഞ്ഞ ജൈവാംശമുള്ള ഒരു മണ്ണിൽ നമുക്ക് ജൈവ കൃഷി ചെയ്തിട്ട് എല്ലാ മൂലകങ്ങളും സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസമുണ്ട്. പ്രത്യേകിച്ചും പല മൂലകങ്ങളും വളരെ വളരെ ചെറിയ തോതിൽ മാത്രമേ നമ്മുടെ മണ്ണിലുള്ളൂ. അപ്പോൾ നമ്മുടെ മണ്ണിൽ കുറവുള്ള മൂലകങ്ങൾ എന്താണെന്നറിയോ? ഒന്ന് കാൽഷ്യം, രണ്ടാമത് പൊട്ടാസ്യം, പിന്നെ വരുന്നത് ബോറോൺ. ഈ മൂലകങ്ങൾ പ്രധാനമായിട്ട് നമ്മുടെ മണ്ണിൽ വളരെ കുറവാണ്. അപ്പൊ അത് കുറയുന്നതനുസരിച്ചിട്ട് പലവിധ പ്രത്യാഘാതങ്ങൾ നമ്മുടെ മണ്ണിലും അതനുസരിച്ച് ചെടികൾക്കും ഉണ്ടാവും. ചെടികളുടെ പല പല ശേഷിയും കുറയും. രോഗപ്രതിരോധ ശക്തി പ്രധാനമായിട്ട് പൊട്ടാസ്യം കുറയുമ്പോൾ രോഗപ്രതിരോധ ശേഷി കുറയും. പൊട്ടാസ്യം കുറയുമ്പോൾ അതിന്റെ വിളവും വളരെ വലിയ തോതിൽ വിളവ് കുറയും. ഈ കിഴങ്ങുവർഗ വിളകൾക്കും സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന നെല്ല് മുതലായിട്ടുള്ള വിളകൾക്കും വലിയ തോതിൽ പൊട്ടാസ്യം ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് ഉൽപാദനം തരാൻ വേണ്ടി സാധിക്കുള്ളൂ. തെങ്ങിന് ധാരാളം പൊട്ടാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഉൽപാദനം തരാൻ വേണ്ടി സാധിക്കുള്ളൂ. പക്ഷെ നമ്മൾ ജൈവ കൃഷി എന്ന് പറഞ്ഞിട്ട് ചാണകം ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു വിളവ് കൂടുമൊന്നുമില്ല. അതിന്റെ തത്വം കാൾ വോൺ ലീബിഗ് 1840 പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിന് പറഞ്ഞത് ദ ലോ ഓഫ് മിനിമം എന്നാണ്. നിങ്ങളുടെ മണ്ണിൽ ഒരുപാട് മൂലകങ്ങളുണ്ട്, പക്ഷെ ഏതെങ്കിലും ഒരു മൂലകം ഏറ്റവും കുറഞ്ഞ അളവിലുണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് മാത്രമേ ഉൽപാദനക്ഷമത ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അദ്ദേഹം. നമ്മളൊരു ബക്കറ്റിലൊരു വെള്ളം എടുത്ത് ബക്കറ്റ് എടുത്തിട്ട് അതിന് ഒരുപാട് ദ്വാരങ്ങൾ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചാൽ ഏറ്റവും താഴത്തെ ദ്വാരത്തിന് കണക്കായിട്ടേ വെള്ളം നിൽക്കുള്ളൂ. അതുമാതിരി ഏത് മൂലകമാണോ ഏറ്റവും കുറവ് അതിന് കണക്കായിട്ട് മാത്രമേ അതിൽ ഉൽപാദനക്ഷമത ഉണ്ടാവുള്ളൂ. ആ മൂലകം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉൽപാദനക്ഷമത കൂടുകയും ചെയ്യും. ഇതാണ് ലോ ഓഫ് മിനിമം എന്ന് 1840 കാൾ വോൺ ലീബിഗ് പറഞ്ഞത്. അതുപോലും നമ്മുടെ ആൾക്കാർ ഇന്ന് മറന്നു, നമ്മൾ പഠിക്കുന്നില്ല, അതുപോലും പഠിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ജൈവാംശം കുറഞ്ഞ മണ്ണിലാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത്. എന്ന് മാത്രമല്ല, നമ്മുടെ പ്രധാനപ്പെട്ട 2 മൂലകങ്ങൾ പൊട്ടാസ്യവും കാൽഷ്യവും ബോറോൺ, അത് 3 നമ്മുടെ മണ്ണിൽ വളരെ കുറവാണ് താനും. അപ്പൊ നമുക്ക് ജൈവ കൃഷി മാത്രം ചെയ്തതിനെ കൊണ്ട് ഇവിടെ നമുക്ക് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ അതേസമയം രാസവളങ്ങൾക്കെതിരെ വൻ തോതിലുള്ള ഒരു പ്രചരണം ഉണ്ടല്ലോ. അത് രാസവളം നമ്മുടെ മണ്ണ് തകർക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വലിയ തോതിലുള്ള ഒരു പ്രചരണമുണ്ട്. ആ പ്രചരണത്തിന്റെ വസ്തുത എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. അവിടെ ശാസ്ത്രം പരിശോധിക്കുന്നത് ശാസ്ത്രത്തിന്റെ മെത്തഡോളജി, രീതി സമ്പ്രദായം വെച്ചിട്ടാണ് ശാസ്ത്രം ഓരോ കാര്യങ്ങളും പരിശോധിക്കുന്നത്. ഇവിടെ ലോങ് ടേം ഫെർട്ടിലൈസർ എക്സ്പെരിമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ലോകത്തെങ്ങുമുള്ള രാജ്യങ്ങളിൽ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പരീക്ഷണമാണ്. നിരന്തരമായിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള ഡാറ്റ ലഭ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, 1845 ഗിൽബർട്ട് ആൻഡ് ലെവിസ്
തുടങ്ങി വെച്ച് റൊത്താംസ്റ്റഡിൽ ഇന്നും തുടരുന്നു. ഒരുപാട് രാജ്യങ്ങൾ ഇന്നും തുടരുന്ന ഒരു പരീക്ഷണമാണിത്. ഇന്ത്യയിലാണെങ്കിൽ 1912 തന്നെ തുടങ്ങി, അതിനുശേഷം 50 വീണ്ടും ഒരു സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 1971 വളരെ റിവൈസ്ഡ് ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ലോങ് ടേം ഫെർട്ടിലൈസർ എക്സ്പെരിമെന്റ്സ് 30 സ്റ്റേഷൻസിൽ 30 റിസർച്ച് സ്റ്റേഷൻസിൽ 17 തരം മണ്ണുകളിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പെരിമെന്റേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ വളരെ സിമ്പിളായിട്ട് പറയാം. 1 ഏക്കർ സ്ഥലത്ത് ജൈവവളം മാത്രം, 1 ഏക്കർ സ്ഥലത്ത് രാസവളം മാത്രം, 1 ഏക്കർ സ്ഥലത്ത് ജൈവവളവും രാസവളവും ആനുപാതികമായിട്ട്, മറ്റൊരു ഏക്കർ സ്ഥലത്ത് ഈ കൃഷിയിലുള്ള അവശിഷ്ടങ്ങൾ തിരിച്ചങ്ങോട്ട് തന്നെ ഇടുക എന്നുള്ളത്. ഇങ്ങനെയുള്ള 4 ട്രീറ്റ്മെന്റ്സ് ആണ് നടത്തിയിട്ടുള്ളത്. ഇത് കേരളത്തിൽ നടത്തിയിട്ടുള്ളത് ഒന്ന് CPCRI, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കാസർഗോഡ്. അതിൽ തെങ്ങ് കൃഷിയിലാണ് അവിടെ നടത്തിയിട്ടുള്ളത്. പിന്നെ പട്ടാമ്പിയിൽ മിഡ്ലാൻഡ് ലാറ്ററൈറ്റിക് സോയിലിൽ പിന്നെ നെൽകൃഷിയിൽ നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കായംകുളത്ത് പൂഴിമണ്ണിൽ നെൽകൃഷിയിൽ തന്നെ ഇത് 30 വർഷത്തേക്ക് നടത്തിയിട്ടുണ്ട്. ശ്രീകാര്യത്ത്, തിരുവനന്തപുരത്ത് ശ്രീകാര്യത്ത് കിഴങ്ങുവർഗ വിളകളിൽ 30 കൊല്ലക്കാലത്തേക്ക് ഈ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിൽ 4 സ്ഥലത്ത് നടത്തിയിട്ടുണ്ട്. എല്ലാം കൂടെ 30 ഗവേഷണ കേന്ദ്രങ്ങളിലായിട്ട് 30 കൊല്ലക്കാലം നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും പല സ്റ്റേഷനിലും പുതിയ ഇംപ്രൂവ് ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണ്? 30 കൊല്ലക്കാലം നടത്തിയിട്ടുള്ള റിസൾട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ജൈവവളവും രാസവളവും ആനുപാതികമായിട്ടാണ് സപ്ലൈ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൽ നിന്നാണ് തുടർച്ചയായി ഉയർന്ന തോതിൽ വിളവ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. തുടർച്ചയായിട്ട് 30 കൊല്ലക്കാലത്തെ എക്സ്പെരിമെന്റ് ആണ്. തുടർച്ചയായിട്ട് ഉയർന്ന വിളവ് കിട്ടിക്കൊണ്ടിരിക്കുക. അതിന്റെ അർത്ഥം തന്നെ എന്താണ്? ഈ അസുഖങ്ങൾ, ചെടിക്കുണ്ടാവുന്ന അസുഖങ്ങളും കീടബാധകളും ആ പ്ലോട്ടിലാണ് ഏറ്റവും കുറവ് എന്നുകൂടിയാണ് അത് കാണിക്കുന്നത്. അതുകൂടാതെ പിന്നെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ സിങ്കിന്റെയും അതുമാതിരിയുള്ള സൂക്ഷ്മ മൂലകങ്ങളുടെയും ഒരു കുറവ് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് വീണ്ടും ഇട്ടുകൊടുക്കണം എന്നുള്ളതും കൂടെ കാണിക്കുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ അക്യുമുലേഷൻ ചെയ്യാൻ, മണ്ണിൽ അത് ആക്കം കൂട്ടാൻ, അതിൻ്റെ ഈട്ടം കൂടി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഫോസ്ഫറസ് വളങ്ങൾ മണ്ണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് കുറവാണ്, ചെടി വലിച്ചെടുത്തിട്ട് പോകുന്നതും കുറവാണ്. അപ്പോൾ ഇത് പിന്നെ അതനുസരിച്ചിട്ട് ഫോസ്ഫറസ് വളങ്ങൾ വേണമെങ്കിൽ കുറക്കാം എന്നുള്ളതാണ് വേറൊരു പഠനം പറയുന്നത്. ഏറ്റവും കുറവ് കാണുന്നത് പൊട്ടാഷ് വളങ്ങളാണ്. പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ വിളവ് വലിയ തോതിൽ കുറയുമെന്നുള്ളതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. രാസവളങ്ങൾ മാത്രമിട്ട തോട്ടത്തിൽ അല്ലെങ്കിൽ കണ്ടത്തിൽ വിളവ് കുറവായിട്ടാണ് കണ്ടിരിക്കുന്നത്. ജൈവവളം മാത്രം ഇട്ട സ്ഥലങ്ങളിലും വിളവ് കുറവായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ പല പല പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് പല ദിക്കിലും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പിന്നെ ഈ വളങ്ങളുടെ ഇത് കാണിക്കുന്നതാണ്, ഗ്രാഫ് കാണിക്കുന്നതാണ്. അതായത് യൂറോപ്യൻ യൂണിയനിൽ സ്ഥിരമായിട്ട് ഉയർന്ന തോതിൽ അവർക്ക് ഉയർന്ന തോതിലുള്ള ഇത് കിട്ടുന്നുണ്ട്. ഗ്രെയിൻ ടൺ പെർ ഹെക്ടർ യൂറോപ്യൻ യൂണിയൻ്റെ രാജ്യങ്ങളിൽ കിട്ടുന്നുണ്ട്. ഗ്ലോബലായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡിമാൻഡും പിന്നെ പ്രൊഡക്ഷനും ചെറിയ തോതിലുള്ള ഒരു ഗ്യാപ്പിലേക്കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൗത്ത് ഏഷ്യയിലേക്കാണെങ്കിൽ ഉൽപ്പാദനം കൂടി വരുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഇന്നും ഉൽപ്പാദനം ഏറ്റവും കുറഞ്ഞിരിക്കുന്നത്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ വീണ്ടും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഈൽഡ് സീരിയൽസിലും ലീഫി ക്രോപ്സിലും കുറഞ്ഞു വരുന്നു. അതുമാതിരി തന്നെ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ വൻതോതിൽ പിന്നെ പൊട്ടാഷ് മണ്ണിൽ കുറഞ്ഞു വരുമ്പോൾ ഉൽപാദനം വൻതോതിൽ കുറയുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതും അത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ മണ്ണിൽ ഏതൊക്കെ മൂലകങ്ങൾ കുറവുണ്ടോ അതനുസരിച്ചിട്ട് നമ്മൾ വളങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ, രാസവളം കൊടുക്കണം, ജൈവവളം കൊടുക്കണം, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് നമുക്ക് ഉയർന്ന വിളവ് തന്നെ കിട്ടും എന്നുള്ളതാണ് ഈ പഠനങ്ങൾ കാണിക്കുന്നത്. പക്ഷേ അന്നേരം ഈ കൃഷിക്കാരൻ്റെ ഒരു പെർസെപ്ഷൻ ഉണ്ടല്ലോ, കൃഷിക്കാരൻ്റെ ഒരു വീക്ഷണമുണ്ട്. എന്താണ്? വിളവ് കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു വീക്ഷണമുണ്ട്. അതിൻ്റെ കാരണം എന്ത് എന്നുള്ള, കൃഷിക്കാരൻ്റെ അനുഭവത്തിൻ്റെ കാരണം എന്ത് എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവർ കാൽഷ്യം സപ്ലിമെന്റേഷൻ ചെയ്യുന്നില്ല. ഒന്ന്, NPK വളങ്ങൾ ഉപയോഗിക്കുന്നു, പക്ഷെ കുമ്മായം ഉപയോഗിക്കുന്നേ ഇല്ല, വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ മണ്ണിൻ്റെ അസിഡിറ്റി ക്ലിയർ ചെയ്യുന്നില്ല, കാൽഷ്യം കിട്ടുന്നില്ല.
അത് കൂടാതെ മണ്ണിലെ ഓർഗാനിക് കാർബൺ കുറഞ്ഞു വരുന്നു. പണ്ടിഷ്ടം പോലെ മരങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ, കാട്ടുമരങ്ങൾ. അതിൻ്റെ വേരുകൾ വളരെ വളരെ ആഴത്തിൽ പോയിട്ട് മൂലകങ്ങളെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇല പൊഴിയുമ്പോൾ ഏറ്റവും മുകളിലത്തെ പാളിയിൽ വീഴുകയും അത് മുഴുവൻ മൂലകങ്ങളായിട്ട് ചെടിക്ക് കിട്ടുകയും ചെയ്യുമായിരുന്നു. കാട്ടുമരങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോഴങ്ങനത്തെ കാട്ടുമരങ്ങൾ കുറയുന്നു കൃഷിയിടങ്ങളിൽ. ഇപ്പോഴുള്ള തെങ്ങോ കവുങ്ങോ വാഴയോ കുരുമുളകോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1 മീറ്റർ ആഴത്തിൽ നിന്നും മാത്രമാണ് അത് മൂലകങ്ങളെ ശേഖരിക്കുന്നത്. അപ്പോൾ അത് തന്നെ തിരിച്ചവിടെ വീഴുമ്പോൾ അഡീഷൻ വരുന്നില്ല. അപ്പോൾ വളരെ വേരാഴമുള്ള കാട്ടുമരങ്ങളും കൂടെ നമ്മൾ പറമ്പിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മണ്ണിൻ്റെ ഫലപുഷ്ടി നിലനിൽക്കൂ എന്നുള്ളതും കൂടിയാണ് ഈ കാണിക്കുന്നത്. കൃഷിക്കാരനൊരു അനുഭവം കുറഞ്ഞു വരുന്നു പറയുന്നതിൻ്റെ അനുഭവത്തിൻ്റെ ഒരു കാരണം അതുകൂടിയാണ്. പിന്നെ നമ്മളെ മണ്ണിനെ സംരക്ഷിക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ്. ഇത് രണ്ടാമത്തെ ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ നമ്മുടെ ഈ പ്രധാനപ്പെട്ട നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജൈവ വൈവിധ്യം, വിളകളിലുള്ള ജൈവ വൈവിധ്യം ഇനങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് വേറെ വലിയൊരു ആരോപണമായിട്ട് എപ്പോഴും കേൾക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നെല്ലിൻ്റെ 80,000 ഇനങ്ങളാണ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിട്ടുള്ളത്. NBPGRI ഡൽഹിയിൽ 30,000 ഇനങ്ങൾ, 20,000 ഇനങ്ങൾ കട്ടക്കിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ 1200 ഇനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. കുരുമുളകിൻ്റെ 2776 ഇനങ്ങളാണ് ഇവിടെ കോഴിക്കോടുള്ളത്. അവന്മാർ ഏലം, ഇഞ്ചി, മഞ്ഞൾ, ജാതിക്ക, വഴുതന, എള്ള് ഇവയുടെയൊക്കെ ഇനങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ കൃഷിയിടങ്ങളിലും അതിൻ്റെ വിത്ത് എടുത്തിട്ട് ഈ ലിക്വിഡ് നൈട്രജനിലും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഒരു പരിധിവരെ അതിന് നമുക്ക് ഭാവിക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പയറുവർഗ്ഗങ്ങൾ 1,14,000 ഇനങ്ങളാണ് ഹൈദരാബാദിലുള്ള ഇക്രിസാറ്റിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഇത് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും കൂടുതലാണ്. ഈ മുറ്റത്തെ മുല്ലക്ക് മണമില്ല പറഞ്ഞ മാതിരി നമ്മൾക്ക് നമ്മുടെ സ്ട്രെങ്ത് അറിയുന്നില്ല. ക്യൂബയിലെ കരിമ്പ് കൃഷി തകർന്നപ്പോൾ കോയമ്പത്തൂരിൽ നിന്നുള്ള ഒരു കരിമ്പിനം കൊണ്ടുപോയിട്ടാണ് ക്യൂബയിൽ കൃഷി അവിടെ ഹൈബ്രിഡൈസ് ചെയ്ത് അത് ഉപയോഗിച്ചിട്ടാണ് ആ കരിമ്പ് കൃഷിയെ നിലനിർത്തിയത്. എന്നിട്ട് കോയമ്പത്തൂരുള്ള കരിമ്പിന്റെ ഇനത്തിന്റെ ഒരു പ്രതിമ, കരിമ്പിന്റെ പ്രതിമ, മനുഷ്യന്റെ അല്ല, കരിമ്പിന്റെ പ്രതിമ അവിടുത്തെ ഗവേഷണ കേന്ദ്രത്തിന്റെ മുമ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കരിമ്പിന്റെ പ്രതിമ. അത്രക്കും നമ്മളോടുള്ള ഒരു സ്നേഹമുള്ളത് കൊണ്ട്. അതുമാതിരി നമ്മുടെ തൃശ്ശൂരുള്ള കാഷ്യൂ റിസർച്ച് സ്റ്റേഷൻ, മാടക്കത്തറയിലുള്ള കാഷ്യൂ റിസർച്ച് സ്റ്റേഷനിൽ നിന്നുള്ള ഇനങ്ങൾ, കശുമാവിന്റെ ഇനങ്ങൾ കൊണ്ടുപോയിട്ടാണ് ഇന്ന് അന്താരാഷ്ട്ര കമ്പോളത്തിൽ വിയറ്റ്നാം നമ്മളെ വെല്ലുവിളിക്കുന്നത്. അന്താരാഷ്ട്ര ജീൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം വഴി നമ്മൾ വിത്തൊക്കെ കൊടുത്തു, അത് കൃഷി ചെയ്തിട്ട് അവര് നമ്മളെ ഇന്ന് വെല്ലുവിളിക്കുന്നു. നമ്മുടെ പന്നിയൂർ 1 കുരുമുളക്, ലോകത്തെ ആദ്യത്തെ കുരുമുളക് സങ്കരമാണ്, ഇന്ന് ബ്രസീലിൽ 5 ലക്ഷം ഹെക്ടറിൽ കൃഷി ചെയ്യുന്നത്, വിയറ്റ്നാമിൽ 2 ലക്ഷം ഹെക്ടറിൽ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശക്തിയുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കരിമ്പിന്റെ ജനുസുകളുടെ ശേഖരമുള്ളത് കോയമ്പത്തൂരും കണ്ണൂരുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ അറിയുന്നില്ല. ലോകത്തിന്റെ വലിയൊരു ശേഖരം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നതിൽ കഴമ്പില്ല. പക്ഷെ ഒരു പരിധിവരെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. പിന്നെ വേറൊരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല ഇനങ്ങളും അതത് സ്ഥലങ്ങളിൽ തന്നെ കൃഷി ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം അതും ഈ കാലികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി അതിൽ ജനറ്റിക് ചേഞ്ചസ് ഉണ്ടാവും. ആ ജനറ്റിക് ചേഞ്ച് ഉണ്ടാവേണ്ടതും പ്രധാനമാണ്. വിത്ത് ലിക്വിഡ് നൈട്രജനിൽ മാത്രം വെച്ച് കഴിഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ പാസ്പോർട്ട് ഇൻഫർമേഷൻ ഉണ്ടാക്കിയിട്ട് അത് കൃഷി ചെയ്യുക കൂടെ വേണം. അത് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്, പല സ്റ്റേഷനിലും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പല മറ്റു കൃഷി രീതിയൊന്നും ഞാൻ പറഞ്ഞില്ല, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. നമ്മുടെ ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഇന്ന് നമ്മുടെ കാർഷിക രംഗം ഒരുപാട് ഭീഷണികൾ നേരിടുന്നുണ്ട്. എല്ലാം ജൈവ കൃഷിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റുമോ? പ്രകൃതി കൃഷി, ജൈവ കൃഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കേൾക്കാൻ വളരെ ഉദാത്തമാണെങ്കിലും ഈ ലക്ഷക്കണക്കിന് ആൾക്കാരത് ഭക്ഷ്യധാന്യം അത് ഉണ്ടാക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെയുള്ള ഭീഷണികൾ, നമ്മൾ പോപ്പുലേഷൻ ഗ്രോത്ത് നമ്മൾ ആദ്യം നോക്കണം. 10 ദശലക്ഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട് 8,000 വർഷങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. 1 ബില്യൺ 3,894 1 ബില്യൺ ഉണ്ടായത്. ഇന്ന് നമ്മൾക്ക് 700 കോടിയാണ് ഇന്ന് ലോക ജനസംഖ്യ. അത് 1250 കോടിയിൽ സ്റ്റെബിലൈസ് ചെയ്യും എന്നുള്ളതാണ് ചില പഠനങ്ങൾ പറയുന്നത്. ചിലപ്പോൾ അതിലും കൂടാം, നമുക്കറിയുന്നില്ല. അപ്പൊ അത്രയും അതിദ്രുതം കൂടുന്ന ജനസംഖ്യക്ക് കണക്കായിട്ടുള്ള ഭക്ഷ്യധാന്യം നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമോ
എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം. പോപ്പുലേഷൻ ക്ലോക്ക് ഉണ്ടല്ലോ, ഇതിങ്ങനെ ടിക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡിൽ 2.4 ആൾക്കാർ എന്നുള്ള തോതിൽ പോപ്പുലേഷൻ ക്ലോക്ക് ടിക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിവേഗം. പിന്നെ നമ്മുടെ ലാൻഡ് ഏരിയ, കൃഷിഭൂമി അതിദ്രുതം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെ. നന്ദിഗ്രാമിലൊക്കെ നമുക്കറിയാം ഏറ്റവും നല്ല കൃഷിഭൂമിയാണ് അവിടെ ടാറ്റയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തത്. പിന്നെ ഗ്ലോബൽ പ്രൊഡക്റ്റീവ് ലാൻഡ് അവൈലബിലിറ്റി ക്ലോക്ക് ഈസ് ടിക്ലിംഗ് ഡൗൺവേർഡ് അറ്റ് ദ റേറ്റ് ഓഫ് 1 hectare in every 6.67 seconds. ഓരോ 6.67 സെക്കൻഡിലും 1 ഹെക്ടർ എന്നുള്ള തോതിൽ പിന്നെ ഗ്ലോബൽ കൃഷിഭൂമി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് തന്നെ അറിയാമല്ലോ. പിന്നെ ഈ ആഗോള താപനം വന്നു കഴിഞ്ഞിട്ട് കടൽ നിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ ഈ കോസ്റ്റൽ ഏരിയയിലുള്ള കൃഷിഭൂമി, പ്രത്യേകിച്ചും വേലിയേറ്റമൊക്കെ വരുമ്പോൾ അത് പിന്നെ വെള്ളത്തിനടിയിലാവുമെന്നും ആ തോതിൽ വലിയ തോതിൽ കൃഷിഭൂമിക്ക് കുറവുണ്ടാവുമെന്നുള്ള പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 3 കിലോമീറ്റർ ആഴം വരെ പിന്നെ തണുപ്പ് കടൽ വെള്ളത്തിന് ചൂട് പിടിക്കുമെന്നും അതുവഴി കടൽ വെള്ളം എക്സ്പാൻഡ് ചെയ്യുമെന്നൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെയോ നമ്മൾ ഇത് നോക്കേണ്ട ഒരു കാര്യമാണ്. ഗ്ലോബൽ റേറ്റ് ഓഫ് ഗ്രോത്ത് ഇൻ പ്രൊഡക്ഷൻ ഓഫ് മേജർ സീരിയൽ ക്രോപ്സ് 1.5%. റേറ്റ് ഓഫ് ഗ്രോത്ത് 1.5%. പക്ഷേ ആൾക്കാരുടെ എണ്ണം 2.1 ലേശം കുറഞ്ഞിട്ടുണ്ട്. 1.95 ആൾക്കാരുടെ എണ്ണത്തിലുള്ള വാർഷികമായിട്ടുള്ള വർധനവ്. എല്ലാ രാജ്യങ്ങളിലെയും പ്ലാനേഴ്സ് പറയുന്നത് എന്താണെന്നറിയോ? എപ്പോഴും ഭക്ഷ്യോൽപാദനം ആൾക്കാരുടെ ഉൽപാദനത്തെക്കാളും കൂടിയിരിക്കണം, അതിൻ്റെ റേറ്റ് ഓഫ് ഗ്രോത്ത് എപ്പോഴും കൂടിയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഇവിടെ അത് കുറഞ്ഞിട്ടാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതുമാതിരിയുള്ള പിന്നെ കൈവിട്ട കളികൾ കളിക്കാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. പിന്നെ ഫുഡ് ഗ്രെയിൻസിന്റെ ഏരിയ കുറഞ്ഞു വരുന്നു. കാരണം വൻതോതിൽ സബ്സിഡിയാണല്ലോ കൊടുക്കുന്നത്. 1 കിലോ ചാണകത്തിന് 4 രൂപ. ഞങ്ങളുടെ ഫാമിൽ മേടിക്കുന്നതാണ് ചാണകം. 1 കിലോ ചാണകത്തിന് 4 രൂപ, 1 കിലോ അരിക്ക് 2 രൂപ. അപ്പോൾ പശുവിന് ചോറ് കൊടുത്തിട്ട് ചാണകം വാരിയെടുത്താൽ അതാണ് ലാഭകരം എന്നുള്ള നിലയിലേക്കാണ് ഇന്ന് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യ പിന്നെ ഉൽപാദനത്തിൽ ആൾക്കാർക്ക് താല്പര്യമില്ലാണ്ടായിരിക്കുന്നു. പിന്നെ ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും, പഞ്ചാബിലൊക്കെ വൻതോതിൽ ഉരുളക്കിഴങ്ങ് കൃഷിയും തക്കാളി കൃഷിയും ഒക്കെ ആയിട്ട് മാറുന്നു. ആന്ധ്രയിലെ കൃഷിക്കാർ പറയുന്നത് ഞങ്ങൾ ക്രോപ്പ് ഹോളിഡേ ആണ്, ഞങ്ങൾ നെല്ല് കൃഷി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം പ്രോഫിറ്റ് ഏറ്റവും കുറവാണ്. അങ്ങനെ പിന്നെ ഭക്ഷ്യധാന്യങ്ങളുടെ ഏരിയ കുറഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു ട്രെൻഡ് ഉണ്ട്. അതിൽ ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നു, ഏരിയ കുറയുന്ന ഒരു ട്രെൻഡ് ഒരു സൈഡിൽ വരുന്നു. അതേസമയം നമ്മുടെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, ഇന്ത്യ എപ്പോഴും ഇനി ഒരുപാട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രെയിൻ ഏരിയ ഞാൻ പറഞ്ഞു, ടോട്ടൽ ഗ്രെയിൻ ഏരിയ ആയി കഴിഞ്ഞാലും ഇറിഗേറ്റഡ് ഗ്രെയിൻ ഏരിയ ആയി കഴിഞ്ഞാലും പിന്നെ റെയിൻഫാൾ ഗ്രെയിൻ ഏരിയ, ഈ ജലസേചനം ഇല്ലാത്ത റെയിൻഫാൾ ഏരിയ ആയി കഴിഞ്ഞാലും ഒക്കെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഈ ഡാറ്റ കാണിക്കുന്നത്. വേൾഡ് ഫുഡ് പ്രൈസസ് അത് ഏറ്റക്കുറച്ചിലുണ്ട്, പക്ഷെ ഒരു ഉയരുന്ന ട്രെൻഡാണ് വേൾഡ് ഫുഡ് പ്രൈസസ് കാണിക്കുന്നത്. മറ്റ് ചാലഞ്ചസ് ഒന്ന് ഓസോൺ ലെയറിന്റെ നേർപ്പിക്കലാണ്, നേർമയാവുന്നതാണ് ഓസോൺ ലെയർ നേർമയാവും തോറും കൂടുതൽ അൾട്രാവയലറ്റ് ബി റേഡിയേഷൻ വരികയും അത് ഏകദേശം 10% ഭക്ഷ്യോൽപാദനം അല്ലെങ്കിൽ ചെടികളുടെ ഉൽപാദനം കുറക്കും എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഗ്ലോബൽ വാർമിംഗ് വരുമ്പോൾ അതും ചെടികളിലുള്ള സ്റ്റോറേജ് ഫുഡിനെ കുറക്കുമെന്നാണ് വേറൊരു പഠനം പറയുന്നത്. കാരണം ഈ കൂൾ ഡേയ്സ്, തണുപ്പുള്ള ദിനങ്ങൾ കുറയുമ്പോൾ ചെടിയിലുള്ള സ്റ്റോറേജ് കുറയുമെന്നാണ് പറയുന്നത്. പിന്നെ ഗ്ലോബൽ എനർജി ക്രൈസിസ്, ഇത് കുറച്ചു കാലത്തേക്ക് മാത്രമേ ഇനി പെട്രോളിയം ഉള്ളൂ. അപ്പോൾ പെട്രോളിയം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഒന്നുകിൽ ചോളത്തിൽ നിന്നും ആൽക്കഹോൾ ഉൽപ്പാദിപ്പിച്ച് പെട്രോളിയമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാനുള്ളതാണ് വയബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉള്ളത്. ബ്രസീലിലാണെങ്കിൽ പിന്നെ ഷുഗർ കെയിനിന്ന്, അമേരിക്കയിലെ ഷുഗർ ബീറ്റിന്നും പിന്നെ ചോളത്തിനും ഒക്കെ ഇപ്പോഴത്തെ ആൽക്കഹോൾ ഉൽപ്പാദനം ഉണ്ട്. അവർ പെട്രോളും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ കൂടി വരാം. ആ ഒരു ഏരിയ കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? തീർച്ചയായിട്ടും വേൾഡ് ഫുഡ് പ്രൈസസ് കൂടും. കാരണം ഫുഡിന്റെ അവൈലബിലിറ്റി കുറയും. അപ്പോൾ ഫുഡ് പ്രൈസസ് വീണ്ടും കൂടി വരാം എന്നാണ് കാണിക്കുന്നത്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ വേൾഡ് പിന്നെ എക്സ്ട്രീം ഈവൻസ് ഇൻ വെതർ പിന്നെ എന്ന് പറയുന്നത് കനത്ത പിന്നെ മഴയോ അല്ലെങ്കിൽ ചുഴലിക്കാറ്റുകളോ അതുമാതിരിയുള്ള എക്സ്ട്രീം ഈവൻസ് കൂടി വരുന്നതായിട്ടാണ് ഈ കാലാവസ്ഥാ പഠനങ്ങൾ മുഴുവൻ കാണിക്കുന്നത്. അതും ഭക്ഷ്യോൽപാദനത്തിന് വേറൊരു ഭീഷണിയാണ്.
ഇനി ക്ലൈമറ്റ് ചേഞ്ച്, നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ തോതിലാണെങ്കിലും, ഇത് കഴിഞ്ഞ 100 വർഷത്തിലധികമുള്ള ഡാറ്റയാണ്, അത് നോക്കിക്കഴിഞ്ഞാലും ചെറിയ തോതിലാണെങ്കിലും ഒരു ചേഞ്ച് കാണുന്നുണ്ട്, ഒരു വാർമിങ്ങിൻ്റെ ഒരു ചേഞ്ച് കാണുന്നുണ്ട്, ചൂടാവുന്നതിൻ്റെ. കേരള ട്രെൻഡിൻ ആവറേജ് മാക്സിമം ടെമ്പറേച്ചറിന് ചെറിയ ഒരു ട്രെൻഡ് ഉണ്ട്, കൂടുന്ന ട്രെൻഡ് ഉണ്ട്. മിനിമം ടെമ്പറേച്ചറും കൂടുന്നതായിട്ടാണ് കാണിക്കുന്നത്. തണുപ്പ് പാലങ്ങളിലുള്ള ടെമ്പറേച്ചറും കൂടുന്നതായിട്ടാണ് കാണുന്നത്. യൂറോപ്പിലൊക്കെ ഇപ്പോൾ പറയുന്നത് ഒരാഴ്ച നേരത്തെ വിന്റർ തുടങ്ങുന്നത് ഒരാഴ്ച വൈകിട്ടാണ്, അത് തീരുന്നത് ഒരാഴ്ച നേരത്തെയാണ്. വിന്റർ ചുരുങ്ങി വരുന്നു എന്നുള്ളതാണ് പല പഠനങ്ങളും പറയുന്നത്. കേരളത്തിലെ ഡിസംബറിലെ ടെമ്പറേച്ചർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതും ചൂട് കൂടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒക്ടോബറിലെ ടെമ്പറേച്ചറിലും ചൂട് കൂടുന്നതിൻ്റെ ട്രെൻഡാണ് കാണിക്കുന്നത്. റെയിൻഫാൾ അത്ര വലിയൊരു വ്യത്യാസമില്ല, എങ്കിലും ചെറിയ തോതിൽ ഡിസ്ട്രിബ്യൂഷൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ട്. മഴ പെയ്യുമ്പോൾ കൂടുതലായിട്ട് പെയ്യുന്നു, മഴയുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇതിൽ ചെറിയ തോതിലുള്ള ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് കാർഷിക സർവകലാശാലയുടെ അന്തരീക്ഷ പഠന വിഭാഗം കാണിക്കുന്നത്. ഇനി നിങ്ങൾ പോസ്റ്റ് മോൺസൂൺ റെയിൻഫാൾ ഒരു ഇൻക്രീസ് ഉണ്ട്, വേനൽക്കാലത്തുള്ള മഴ അതിലൊരു ഇൻക്രീസ് കാണിക്കുന്നുണ്ട്. റിസോഴ്സസ്, ഞാൻ അവസാനത്തെ സ്ലൈഡ് എത്തിക്കഴിഞ്ഞു. റിസോഴ്സസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ വലിയ തോതിലുള്ള നമ്മുടെ വെല്ലുവിളികൾ മനസ്സിലാവും. ഇന്ത്യക്ക് ലോകത്താകെയുള്ള കൃഷിഭൂമിയുടെ 2.1% മാത്രമേ ഇന്ത്യയിലുള്ളൂ. 4.2% നമ്മുടെ ശുദ്ധജലം, കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ശുദ്ധജലം. 17% നമ്മുടെ പോപ്പുലേഷൻ, 16% നമ്മുടെ കന്നുകാലി പോപ്പുലേഷൻ. അപ്പോൾ നമ്മുടെ ചാലഞ്ച് എന്ന് പറയുന്നത്, നമ്മൾക്ക് 143 ദശലക്ഷം ഹെക്ടറാണ് നമ്മുടെ കൃഷിഭൂമിയുള്ളത്, 63 ദശലക്ഷം ഹെക്ടറാണ് നമ്മുടെ ഇറിഗേറ്റഡ് ആയിട്ടുള്ള ജലസേചിതമായിട്ടുള്ള ഭൂമിയുള്ളത്. ബാക്കിയുള്ളത് ഗ്രൗണ്ട് വാട്ടറാണ്. ഗ്രൗണ്ട് വാട്ടർ അതിവേഗം കഴിഞ്ഞ ഒരു 50 വർഷത്തെ കണക്കെടുക്കുമ്പോൾ ഏകദേശം 1 മീറ്ററോളം ഭൂഗർഭജലം താണുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻസ് എന്നുള്ള ഗംഗാതല സമതലത്തിൽ നിന്നുള്ള പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഹൗ ടു ഫീഡ് 17% പോപ്പുലേഷൻ ഫ്രം 2% ലാൻഡ് ഏരിയ വിത്ത് 4.2 ഫ്രഷ് വാട്ടർ വിതൗട്ട് ഡിപ്ലീറ്റിംഗ് നാച്ചുറൽ റിസോഴ്സസ്, കൺട്രോളിംഗ് പെസ്റ്റ് ആൻഡ് ഡിസീസസ് ഇൻ എൻവയോൺമെന്റലി ഫ്രണ്ട്ലി മാനർ. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചാലഞ്ച്. ഇതാണ് ആഫ്രിക്കയുടെ യാഥാർത്ഥ്യം. ഇത് നിങ്ങൾ എല്ലാം വായിച്ചിട്ടുണ്ടാവുന്നതാണ്. കെവിൻ കാർട്ടർ എന്നുള്ള പ്രശസ്ത അവാർഡ് വിന്നറുടെ ഫോട്ടോ ആണ്. ആഫ്രിക്കയിലെ ഒരു ഭക്ഷ്യ വിതരണ സ്ഥലത്തേക്ക് ഒരു കുട്ടി പോകുമ്പോൾ കഴുകൻ ഈ കുട്ടി മരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഫോട്ടോ ആണ്. പുലിസ്റ്റർ അവാർഡ് കിട്ടിയതാണ്. പക്ഷെ പിന്നെ ഇയാൾ ആത്മഹത്യ ചെയ്തു, ഫോട്ടോഗ്രാഫർ ആത്മഹത്യ ചെയ്തു. അയാൾ അതിൻ്റെ മാനസിക സ്ഥാപം താങ്ങാൻ പറ്റാതെ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ കംപ്ലീറ്റ് ഓർഗാനിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആവുമോ എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ഭയക്കേണ്ടത്. ഓർഗാനിക് ആയാലും പ്രകൃതി കൃഷിയായി കഴിഞ്ഞാലും ഒക്കെ പണ്ട് നമ്മൾ ചെയ്തിരുന്ന ഒരു കൃഷി രീതി തന്നെയാണ്. പണ്ട് കാലത്ത് 50കളുടെ മുമ്പൊക്കെ, രാസവളങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ ചെയ്തിരുന്ന കൃഷിഭൂമി തന്നെയാണിത്. പക്ഷെ സയൻസിന്റെ മുന്നേറ്റം, കാർഷിക മേഖലയിലുള്ള മുന്നേറ്റം നിങ്ങൾ പരിശോധിക്കണം. പുതിയ ഇനങ്ങൾ, വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു, വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതുമാതിരി വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ പോലും നന്നായിട്ട് വിളയുന്ന പുതിയ നെല്ലിനങ്ങൾ ഉണ്ടാക്കുന്നു. വൈറ്റമിൻ എ കലർന്ന നെല്ല് ഉണ്ടാക്കുന്നു, വൈറ്റമിൻ എ കൂടുതലായിട്ടുള്ള ചോളം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഇത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കോട്ടൺ ആണ്. അത് നാച്ചുറൽ കളറാണ്, പ്രകൃതിദത്തമുള്ള കളറാണ് ഈ കാണുന്നത്. ഇത് ആൽഫാൽഫ കൃഷിയാണ്, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ളത് ചെയ്തിരിക്കുന്നതാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നടുക്കത്തെ മുഴുവൻ ഈ ജനറ്റിക്കലി മോഡിഫൈഡ്, അതിന് കീടങ്ങളൊന്നും ആക്രമിച്ചിട്ടേ ഇല്ല. അതിൻ്റെ ഇടസ്ഥലത്ത് കീടങ്ങൾ ആക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വൻതോതിലൊക്കെ ഈ രീതിയിലൊക്കെയാണ് ഗവേഷണം മുമ്പോട്ട് പോകുന്നത്. ഞാൻ കുറച്ച് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കാർഷിക ശാസ്ത്ര രംഗത്ത് വലിയ തോതിലുള്ള മാറ്റങ്ങളുണ്ട്. പക്ഷെ നമ്മൾ കംപ്ലീറ്റ്ലി ഓർഗാനിക്കായിട്ടോ കംപ്ലീറ്റ്ലി പ്രകൃതി കൃഷിയായിട്ടോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വളരുന്ന പോപ്പുലേഷനെ നമുക്ക് തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. ഇപ്പോഴും ഞാൻ കാണുന്ന ഈ ഓർഗാനിക് ഫാമിംഗ് ഒക്കെ കേവലം ഫാഷൻ ഷോ മാത്രമാണ്.
കുറച്ച് ആൾക്കാർ കുറച്ച് ദിക്കിൽ കാണിക്കുന്ന ചെറിയ ചെറിയ ഫാഷൻ ഷോകൾ മാത്രമാണ്. വലിയ ഷോ എന്ന് പറഞ്ഞാൽ വലിയൊരു സഹസ്ര ജനങ്ങൾ നിശബ്ദമായിട്ട് ചെയ്യുന്ന ഒരു കൃഷിയാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഷോ. അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം കാണുന്ന ജൈവ കൃഷി, പ്രകൃതി കൃഷി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നത് ഒരു ചെറിയ ഫാഷൻ ഷോ മാത്രമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ അവസരം തന്നതിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലിയർ ചെയ്യാം. കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. എനിക്കറിയുന്ന രീതിയിൽ ഞാൻ മറുപടി പറയാം. ഒന്ന്, BT വഴുതനയെ എന്തുകൊണ്ട് ജനം ഭയക്കുന്നു? ഇടതുപക്ഷം പോലും എന്തുകൊണ്ട് BT വഴുതനയ്ക്കെതിരെ പ്രക്ഷോഭം നടത്തുന്നു? ഈ കൃഷിരീതി കൊണ്ട് പ്രകൃതിയുടെ താളം തെറ്റുമോ? ഇതിൻ്റെ വാസ്തവം എന്താണ്? സുരൻ നൂറനാട്ടുകര ആണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ബയോടെക്നോളജി ആസ്പെക്ട്സ് ഒന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല. BT വഴുതനയെ എന്തുകൊണ്ട് ഭയക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BT കോട്ടൺ കൃഷി ചെയ്യാൻ തുടങ്ങിയ സമയത്തും ഒരുപാട് പ്രചരണങ്ങൾ BT കോട്ടനെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ ബോൾഗാർഡ് കോട്ടണും അതിനുശേഷം ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെറൈറ്റീസും അതുമാതിരി തന്നെ ഇപ്പം ചൈനീസ് വിത്തുകളും ഒക്കെ ഇന്ന് വ്യാപകമായിട്ട് പരുത്തിയിൽ കൃഷി ചെയ്യുന്നു. BT കോട്ടൺ മാത്രമാണ് ഇന്ന് കൃഷിക്കാർ ഉപയോഗിക്കുന്നത്. BTയിൽ മുമ്പേ ഇന്ത്യയിൽ ആകെ ഉപയോഗിച്ചിരുന്ന കീടനാശിനിയുടെ 54% പരുത്തി കൃഷിയിൽ മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അതിൻ്റെ പകുതിയായിട്ട് കുറഞ്ഞിരിക്കുന്നു കീടനാശിനി പ്രയോഗം. BT വന്നതിനോട് കൂടിയിട്ട്, BT ഇനങ്ങൾ വന്നതിനോട് കൂടിയിട്ട് വലിയ തോതിൽ കീടനാശിനി പ്രയോഗം ആവശ്യമല്ലാതായിരിക്കുന്നു. ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമാതിരി തന്നെ BT വഴുതനയും അതുമാതിരി തന്നെ കീടനാശിനി പ്രയോഗം കുറക്കുന്ന ഒന്നായിരിക്കും. പക്ഷെ അവിടെ ഒരു പ്രശ്നം, അത് ഭക്ഷിക്കാനുള്ളതാണ് എന്നുള്ളതാണ്. ഭക്ഷിക്കാനുള്ള കാര്യങ്ങൾ BT വേണ്ട, BT ഇനം വേണ്ട എന്നും താല്പര്യപ്പെടുന്ന ഒരാൾക്ക് അല്ലാത്ത ഇനങ്ങൾ കിട്ടണം. BT ഇനങ്ങളാണ് ഉള്ളത് എന്നുള്ളതിൻ്റെ ഒരു ലേബലിംഗ് വേണം. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ BT പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ മുകളിലൊരു സിഗ്നൽ ഉണ്ടാവും, BT ആണ് അത് എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഇത് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. കൺസംഷന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി ഇനം എന്നുള്ള നിലക്ക് കൊണ്ട് വരുന്നതാണ്. തൽക്കാലം ഇപ്പോൾ അതിനൊരു മൊറട്ടോറിയം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അത് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവിധ മുൻകരുതലുകളും പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ട് ഇതുമാതിരിയുള്ള കാര്യങ്ങൾ വരണം എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിചാരിക്കുന്നത്. ശാസ്ത്രത്തിൻ്റെ ഇതുമാതിരിയുള്ള കണ്ടെത്തലുകൾ, അതിൻ്റെ പുതിയ ടെക്നോളജികളുടെ ഉപയോഗം തീർച്ചയായിട്ടും പരീക്ഷണങ്ങൾ നടത്തി സംശയരഹിതമായ ശേഷം കൊണ്ടുവരിക തന്നെ വേണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇപ്പം അതിദ്രുതം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ പോപ്പുലേഷനെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ അതിനു വേണ്ട എല്ലാവിധ മുൻകരുതലുകളും വേണം. പക്ഷെ അതിലിപ്പോഴും വരുന്നത് പല കഥകളും ബേസ്ലെസ് ആണ് എന്നുള്ളതാണ്. BT കോട്ടൺ അല്ല, BTയുടെ ചില ഇനങ്ങൾ അതിൻ്റെ പരാഗരേണുക്കൾ വീണിട്ട് ചില പുഴുക്കൾ ചത്തുപോയി എന്നും, അതുമാതിരി തന്നെ മൈസിന് അതിൻ്റെ തീറ്റ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലിവറിന് ഡാമേജ് വന്നും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പഠനങ്ങളും പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അതൊക്കെ ബേസ്ലെസ് ആണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സംശയരഹിതമായിട്ട് തന്നെ അത് പിന്നീട് വരേണ്ടതാണ്. രണ്ടാമത്തെ ചോദ്യം, ഒപ്പീനിയൻ അബൌട്ട് കിച്ചൺ ഗാർഡൻ ഫാമിംഗ്. അത് യാതൊരു സംശയമില്ല, എന്തായാലും വേണ്ട തന്നെയാണല്ലോ അല്ലേ? ഏറ്റവും വേണ്ട തന്നെയാണ്. ഈ ഗാർഡൻ ഫാമിംഗ് ഒരു പരിധിവരെ ഒരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പി കൂടിയാണ്. മനുഷ്യന് വലിയ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഗുണം ചെയ്യുന്നതാണ്. നല്ല പച്ചക്കറികളും കഴിക്കാം. പിന്നെ രണ്ടാമത്തെ, തമിഴ്നാട് പച്ചക്കറികളിലെ കൂടിയ കീടനാശിനി പ്രയോഗം സ്വന്തമായി ജൈവ കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് തമിഴ്നാട് പച്ചക്കറികളിലും കർണാടക പച്ചക്കറികളിലും കീടനാശിനി പ്രയോഗം കൂടുതലുണ്ട്. പക്ഷെ മെയിൻ മാർക്കറ്റിൽ വരുന്നത് മുഴുവൻ അതാണ്. നമ്മുടെ കേരളത്തിൽ എത്ര പേരെ പച്ചക്കറി കൃഷി ചെയ്യുന്നു? നമ്മളെ കനത്ത മഴക്കാലത്തൊന്നും പച്ചക്കറി പറ്റുന്നതല്ല. അത് കഴിഞ്ഞ് ഈ വേനൽക്കാലത്ത് മണ്ണൊന്ന് ഉണങ്ങിയ ശേഷം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലും കൂടെ ഇവിടെ പച്ചക്കറി വരുന്നുണ്ട്. അല്ലാതെയുള്ള മാസങ്ങളിൽ ഇവിടെ പച്ചക്കറി ചെയ്യാൻ നമുക്ക് പറ്റില്ല. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ പച്ചക്കറി പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള മാസങ്ങളിൽ അവിടെ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും തന്നെ ആയിരിക്കും വരിക. അപ്പം നമ്മൾക്ക് പറ്റുന്ന സമയത്ത് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് ജൈവ അധിഷ്ഠിതമാകുന്നതിലും തെറ്റില്ല.
ജൈവ അധിഷ്ഠിതം ഞാൻ ഉദ്ദേശിച്ചത് ജൈവവളങ്ങൾക്ക് മുൻതൂക്കം, രാസവളങ്ങൾ നമ്മൾ പിന്നെ ഏത് മൂലകങ്ങളാണോ കുറവ് അതനുസരിച്ച് കൊണ്ട് രാസവളങ്ങൾ കൊടുക്കുക. ജൈവവളങ്ങൾ പൊതുവായിട്ട് മണ്ണിനെ മെച്ചപ്പെടുന്ന ജൈവവളങ്ങൾ പൊതുവായിട്ട് കൊടുക്കുക. പിന്നെ ഒരു ആവശ്യം വേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കീടനാശിനി അടിക്കേണ്ടി വന്നേക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസ്, GAP എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അവിടെ പിന്നെ ഫ്ലവറിങ്ങിന് മുമ്പാണെങ്കിൽ, പൂക്കുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് ചില കീടനാശിനികൾ അടിക്കാം. പൂത്ത് കഴിഞ്ഞ് കായ പറിക്കുന്ന സമയത്താണെങ്കിൽ ചിലത് മാത്രമേ പറ്റുള്ളൂ. പയറ് കൃഷിയാണെങ്കിൽ ഒന്നരാടം പറിക്കുന്നതാണ് പയറ്. അപ്പോൾ അതിന് വളരെ കുറച്ച് കീടനാശിനികൾ മാത്രമേ പറ്റുള്ളൂ. അത് തളിച്ചു കഴിഞ്ഞ ശേഷം കൃത്യമായിട്ട് അതിൻ്റെ ഒരു കാത്തിരിപ്പ് കാലമുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഉപയോഗിക്കുക. അങ്ങനെയുള്ള എല്ലാവിധ നല്ല അഗ്രികൾച്ചറൽ പ്രാക്ടീസും ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യണം. അത് ജൈവാധിഷ്ഠിതമാവാം, അതിൽ തെറ്റൊന്നുമില്ല. ആ രീതിയിൽ തന്നെയാണ് പറയുന്നത്. അടുത്തത് ചോദ്യം, പണ്ടൊക്കെ ടൊമാറ്റോ, കാബേജ് മുതലായവ പച്ചക്കറികൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് കാണുന്നില്ല. അതിന് കാരണം എന്തായിരിക്കും? ഇതൊക്കെ പ്രധാനമായിട്ടും ഇനങ്ങളുടെ വ്യത്യാസമാണ്. പണ്ടൊക്കെ കാണുന്നില്ലേ, വട്ടത്തിലുള്ള തക്കാളിയാണ്, ചെറിയ തക്കാളി വട്ടത്തിലുള്ളതാണ്. ഇപ്പം കുറച്ച് നീളത്തിലുള്ള തക്കാളിയാണ്. അപ്പോൾ ഓരോ ഇനം മാറിക്കൊണ്ടിരിക്കും. പുതിയ ഇനങ്ങൾ മാർക്കറ്റിൽ വന്നുകൊണ്ടേയിരിക്കും. അത് കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഉൽപ്പാദനം അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടും. പിന്നെ പലപ്പോഴും ഈ തക്കാളിയൊക്കെ എഡിബിൾ വാക്സിൽ മുക്കിയിട്ടാണ് വരുന്നത്. കാരണം ആപ്പിള് എഡിബിൾ വാക്സിൽ മുക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ 2-3 മാസക്കാലം വെച്ച് കഴിഞ്ഞാലും അതിന് കുഴപ്പം വരില്ല. അത് എഡിബിൾ വാക്സിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വാക്സിനാണ്. അത് വയറ്റുന്ന അതുമാതിരി അങ്ങ് പുറത്തേക്ക് പോവുകയുള്ളൂ, റിയാക്ഷൻ ഒന്നും വരില്ല. പക്ഷെ പ്രചരിപ്പിക്കുന്ന എന്താണ്? എന്തോ ചില കീടനാശിനികളോ കുമിൾനാശിനികളോ മുക്കിയിട്ട് ഇത് മാസങ്ങളോളം കേടുവല്ലാതെ ഇരിക്കുന്നു, ഇതെന്തോ അന്തക സാധനമാണ് എന്നൊക്കെയുള്ള നിലയിലാണ് പ്രചരണം വരുന്നത്. അതിൻ്റെ കൂടെ ചിലപ്പോഴെങ്കിലും ചില കുമിൾനാശിനികളെങ്കിലും കൂടുതലായിട്ടുണ്ടായേക്കാം. അത് നമ്മുടെ റിസൾട്ട് AICRPയുടെ റിസൾട്ടൊക്കെ നോക്കിയാലേ അറിയുള്ളൂ. പക്ഷെ പൊതുവായിട്ട് വരുന്നത് എഡിബിൾ വാക്സ് ആണ്. അത് കുഴപ്പമില്ലാത്തതാണ്. നമ്മുടെ ചില സ്വീറ്റ്സിന്റെ മുകളിലും എഡിബിൾ വാക്സിന്റെ ഒക്കെ കോട്ടിങ് വരുന്നുണ്ട്. വേറൊരു ചോദ്യം, ലഭ്യമായ എല്ലാ ഭൂമിയും എല്ലാ ജലസ്രോതസ്സും എല്ലാ സാങ്കേതിക മികവും കൃഷിയിൽ നാം ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി ലോക ജനസംഖ്യ 3000-ഓ 4000-ഓ കോടിയായാൽ ഭക്ഷ്യോൽപാദനത്തിൽ നാം എങ്ങനെയാണ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളത്? ഏതായാലും അസീസ് കോഴിക്കോടാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായാലും 3000-ഓ 4000-ഓ കോടി ആവില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. 1200-1250 കോടിയിൽ സ്റ്റെബിലൈസ് ചെയ്യുമെന്നാണ് ഇപ്പോഴും കണക്കാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോഴുള്ള നമ്മുടെ ഉൽപാദനക്ഷമതയെക്കാളും ഇപ്പോഴും നെല്ലിൻ്റെ നമ്മുടെ ഉൽപാദനക്ഷമത എന്ന് പറഞ്ഞാൽ 2250 കിലോഗ്രാം പെർ ഹെക്ടറാണ്. അത് ഒരു 4000 കിലോഗ്രാം എങ്കിലും ആക്കേണ്ടി വരും. അതുമാതിരി തന്നെ പിന്നെ ഗോതമ്പിനുള്ളത് 4000 കിലോഗ്രാം ആണ്. അത് ചിലപ്പം 4500-ഓ 5000-ഓ കിലോഗ്രാം ആക്കേണ്ടി വരും. ചൈനയിൽ ഇപ്പോഴവരുടെ പിന്നെ ശരാശരി ഉൽപാദനം 6 ടണ്ണാണ്, 6000 കിലോ ആണ്. ചൈനയിലെ ഹൈബ്രിഡ് റൈസ് 11.6 ടണ്ണാണ് അവരുടെ ഉൽപാദനം. ചൈനയിലെ ഹൈബ്രിഡ് റൈസ്. ഇന്ത്യയിലും ഹൈബ്രിഡ് റൈസിന്റെ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം ഉൽപാദനക്ഷമതയും ഉൽപാദനമൊക്കെ കൂട്ടാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ടെക്നോളജിയിൽ ബ്രേക്ക് ത്രൂ വരാം, അതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എണ്ണം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ വഴികൾ നമ്മൾ കണ്ടെത്തണമല്ലോ. മുഹമ്മദ് ഖാൻ, ട്രിവാൻഡ്രം, തമിഴ്നാട്ടിൽ കൃഷി ചെയ്ത മാർക്കറ്റിൽ കിട്ടുന്ന വാഴപ്പഴങ്ങളെ അപേക്ഷിച്ച് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് പ്രദേശത്ത് നിന്നും കൃഷി ചെയ്ത് കിട്ടുന്ന വാഴപ്പഴത്തിന് രുചി കൂടുതലാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മുടെ പിന്നെ വാഴപ്പഴത്തിൻ്റെയൊക്കെ രുചിയെ പ്രധാനമായിട്ടും തീരുമാനിക്കുന്നത് അതിൽ നിന്ന് സ്റ്റാർച്ച് ഷുഗറായിട്ട് മാറുന്ന അതിൻ്റെ പെർസെൻറ്റേജ് ആണ്. നല്ല പൊട്ടാഷ് ചേർന്ന വളങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർച്ചിൽ നിന്നും ഷുഗർ കൺവേർഷൻ മെച്ചമായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ ഷുഗർ ഉണ്ടാകുമ്പോൾ, മധുരം ഉണ്ടാകുമ്പോൾ പഴത്തിന് സ്വാദ് കൂടുതലായിട്ട് തോന്നും. സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ കൃഷി ചെയ്യുമ്പോൾ ഈ വാഴ ധാരാളമായിട്ട് പൊട്ടാഷ് വലിച്ചെടുക്കും. പൊട്ടാഷ് വലിച്ചെടുക്കുമ്പോൾ പിന്നീട് മണ്ണിൽ പൊട്ടാഷിൻ്റെ അംശം കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് വരുന്ന പഴങ്ങൾക്ക് ആ സ്വാദ് കിട്ടണമെന്നില്ല. ഈ വാഴയിലെ പൊട്ടാഷിനെ കുറിച്ച് പറയുന്ന പൊട്ടാഷിന് നാച്ചുറൽ റേഡിയേഷൻ ഉള്ളതാണ്. അമേരിക്കയിലെ ചില പിന്നെ റെസ്ട്രിക്റ്റഡ് സൈറ്റ്സിലേക്കൂടെയൊക്കെ ആർമി ഏരിയയിലൊക്കെ വാഴപ്പഴം നിറച്ച ട്രക്കുകൾ പോകുമ്പോൾ അവിടുന്ന് സൈറൺ അടിക്കുന്നതാണ് പറയുന്നത്. നാച്ചുറൽ പൊട്ടാഷിന്റെ റേഡിയേഷൻ കൊണ്ട്. അത്രക്കും പൊട്ടാഷ് അബ്സോർബ് ചെയ്യുന്ന ഒന്നാണ് വാഴ. അതുമാതിരി തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതുമാതിരി തെങ്ങ്.
അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ നമ്മൾ പൊട്ടാഷ് അധികം കൊടുക്കാതെ നമുക്ക് അതേ ഉൽപ്പാദനക്ഷമത നിലനിർത്താൻ വേണ്ടി പറ്റില്ല. സ്ഥിരമായിട്ട് ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന ഊട്ടിയിലെ മലഞ്ചെരിവുകൾ, അവിടെ നമ്മൾ കംപ്ലീറ്റ് ജൈവം ചെയ്ത് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വളരെ ചെറുതേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ചേന, ചേമ്പ്, കാച്ചിൽ, അതിനൊക്കെ പൊട്ടാഷ് ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ സ്റ്റോറേജ് ഉണ്ടാവുള്ളൂ. എങ്കിൽ മാത്രമേ കിഴങ്ങുകൾക്ക് നല്ല വണ്ണവും അത് കഴിക്കുമ്പോൾ നല്ല സ്വാദും ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോഴും ജൈവ കൃഷിയിൽ പറയുന്നത് പൊട്ടാഷ് വളങ്ങൾ ചേർക്കരുത്. പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് പൊട്ടാഷ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറയുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് പൊട്ടാഷ്. അവർ അനുവദിക്കുന്ന എന്താണ്? ജൈവ കൃഷി സർട്ടിഫിക്കേഷൻ ഏജൻസി പൊട്ടാസ്യം സൾഫേറ്റ് ആണ്. അപ്പോൾ പൊട്ടാസ്യം സൾഫേറ്റും പൊട്ടാസ്യം ക്ലോറൈഡും തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ പൊട്ടാസ്യം സൾഫേറ്റ് അനുവദിക്കുന്നു, മറ്റേത് അനുവദിക്കുന്നില്ല. പൊട്ടാസ്യം സൾഫേറ്റിന് 1 കിലോ 68 രൂപയാണ് വില കുറഞ്ഞത്. പൊട്ടാസ്യം ക്ലോറൈഡിന് 18 രൂപയാണ് വില. സാധാരണ കൃഷിക്കാരന് ഏത് ഉപയോഗിക്കും? അയാൾ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയേണ്ടത് ഏറ്റവും ലാഭം കുറഞ്ഞ ഒരു ബിസിനസ്സാണ്, ഏറ്റവും ലാഭം കുറഞ്ഞതാണ്. ചെറിയ ഒരു മന്ത്ലി സാലറി കിട്ടുന്നുണ്ടെങ്കിൽ ഈ കൃഷി ഉപേക്ഷിച്ച് ഒരു പ്യൂണിന്റെ, സർക്കാർ സ്കൂളിൽ ഒരു പ്യൂണിന്റെ പണി കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ നെൽകൃഷി ഉപേക്ഷിച്ച് ഞാൻ നാളെ ജോയിൻ ചെയ്യാൻ തയ്യാറാണെന്നാണ് പട്ടാമ്പിയിലെ ഒരു കൃഷിക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു 90% കൃഷിക്കാരും കൈപൊന്തിച്ചിട്ട്, ഞാൻ ചോദ്യം ചോദിച്ചപ്പോൾ കൈപൊന്തിച്ചിട്ട് പറഞ്ഞത്, ഒരു സർക്കാർ സ്കൂളിൽ ഒരു പ്യൂണിന്റെ പണി കിട്ടിക്കഴിഞ്ഞാൽ അത്രയും വലിയൊരു ഗാംബ്ലിംഗ് ആണ്, അത്രയും പിന്നെ ലാഭം കുറഞ്ഞ ഒരു ബിസിനസ്സാണ് ഈ കൃഷി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ സമൂഹം നമുക്ക് മാപ്പ് തരില്ല. പിന്നെ അപകടകരമാം വിധം ജനസംഖ്യ ഉയരുന്നു. കാർഷിക രംഗത്ത് അപകടകരമായ പ്രവണതകൾ വളരുന്നു. പ്രശ്നത്തിന്റെ അടിവേര് ജനസംഖ്യയാണ്. യുക്തിവാദി പ്രസ്ഥാനത്തിന് ജനസംഖ്യാ വർധനവിനെ കുറിച്ചുള്ള നിലപാട് വിശദമാക്കാമോ? യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ഒരാളല്ല ഞാൻ, എങ്കിൽ പോലും ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മതം നമ്മൾക്ക് തരുന്ന കാഴ്ചപ്പാട് എന്താണ്? നമ്മളാളുടെ എണ്ണം കൂടട്ടെ, അല്ലെ? ഏത് 3 താടിക്കാരും പറയുന്നത് ഒരു കാര്യം കൃത്യമാണ്, നമ്മളുടെ ആൾക്കാരുടെ എണ്ണം കൂടട്ടെ കൂടട്ടെ കൂടട്ടെ. മറ്റവൻ്റെത് കുറഞ്ഞാലും വേണ്ടില്ല, നമ്മളത് കൂടണം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ശാസ്ത്രം പറയുന്നത് എന്താണ്? ഈ ലോകത്ത് മനുഷ്യൻ, ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഈ ഓർഗാനിസം വന്നിട്ട് ഏതാനും മിനിറ്റുകളെ ആയിട്ടുള്ളൂ, അല്ലെ? ആകെ 12 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ ഏതായാലും മിനിറ്റുകളെ ആയിട്ടുള്ളൂ ഈ ഒരു ജീവി ഈ ഭൂമിയിൽ വന്നിട്ട്. അത് ബില്യൺസ് ആൻഡ് ബില്യൺസ് വളർന്നു കഴിഞ്ഞു. അതിൻ്റെ എണ്ണം കുറക്കണം. ബാക്കിയുള്ളവർക്കും അതേ നീതിയാണ് ബാക്കിയുള്ള ജീവിവർഗങ്ങൾക്കും ബാധകം. അവർക്കും അത്ര തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ അവകാശങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് വളരാൻ കൂടിയുള്ളത് ഈ ഭൂമിയിൽ ഉണ്ടാവണം. മനുഷ്യന്റെ എണ്ണം കുറയണം എന്നാണ് ശാസ്ത്രം നമ്മളോട് പറയുന്നത്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ യുക്തിവാദി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് അടിസ്ഥാനവും ശാസ്ത്രീയമായിട്ടുള്ള വീക്ഷണമുള്ളതാണ്. അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ പിന്നെ അഭിപ്രായവും മറിച്ചൊന്നാവാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. വേറൊരു ചോദ്യം, വെള്ളായണി കാർഷിക കോളേജിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള വെജി വാഷ് എന്ന പച്ചക്കറി കഴുകൽ ദ്രാവകം എത്രത്തോളം ഫലപ്രദമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് പിന്നെ അവർ കുറച്ച് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്, പുളി കലർന്ന വെള്ളം, പുളിയും ഉപ്പും കലർന്ന വെള്ളം ഈ കീടനാശിനിയെ വലിയ തോതിൽ പിന്നെ വിഘടിപ്പിച്ച് കളയും എന്നുള്ളതാണ്. കീടനാശിനികൾ പല രീതിയിൽ വിഘടിക്കപ്പെടും. ഒന്ന് സൂര്യപ്രകാശം, പിന്നെ ഫോട്ടോ ലെബിലിറ്റി, പിന്നെ ചൂട് കൊണ്ട് തെർമോ ലെബിലിറ്റി, പിന്നെ എൻസൈമാറ്റിക് ലെബിലിറ്റി. ഈ ചെടിയുടെ ദേഹത്ത് മുഴുവൻ സൂക്ഷ്മജീവികളും എൻസൈംസും ഒക്കെ ഉണ്ടാവും. ഈ അടിക്കുന്ന വിഷാംശം അത് വിഘടിച്ച് കളയാൻ ഈ എൻസൈംസും സൂക്ഷ്മജീവികളും ഒക്കെ പ്രവർത്തിക്കും. അതുകൊണ്ട് വേനൽക്കാലത്തോ മഴക്കാലത്തോ മഞ്ഞുകാലത്തോ ഉള്ള ഈ അംശങ്ങൾ, വിഷാംശത്തിന്റെ അളവൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ പിന്നെ അതിന് ശേഷവും വരുന്നത് നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തി വരുമ്പോൾ അത് പിന്നെ കളയാനുള്ള ഒരു മാർഗം ഈ പുളിയും ഉപ്പും കലർന്ന വെള്ളം, 2% പുളിയും 2% ഉപ്പും കലർന്ന വെള്ളത്തിൽ അത് വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് കുറയും. അല്ലെങ്കിൽ അത് മാക്സിമം റെസിഡ്യൂ ലിമിറ്റിലും താഴെയായിട്ട് വരും. പിന്നെ നമ്മൾ പുളി ചേർത്തിട്ടാണല്ലോ നമ്മുടെ ഒരു വക ഭക്ഷണങ്ങൾ മുഴുവൻ, പുളിശ്ശേരി ആയാലും പിന്നെ സാമ്പാറായി കഴിഞ്ഞാലൊക്കെ പുളി ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലും അത് പിന്നെ തെർമോലബിലിറ്റിയും നമ്മൾ ചൂടാക്കുമല്ലോ, അപ്പോൾ അങ്ങനെ തിളപ്പിക്കുമ്പോൾ അതും കൂടെ പോവും. അത്രക്കൊന്നും വലിയൊരു പാനിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ 2004-05 കാലഘട്ടത്തിൽ ഇവിടെയുള്ള പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ AICRP പെസ്റ്റിസൈഡ് റെസിഡ്യൂ പ്രോജക്റ്റ്, അതിൽ ഇന്ത്യയിൽ ആകമാനം സാമ്പിൾ എടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാ സാമ്പിളിലും കണ്ട ഒരു പ്രശ്നം എന്താണെന്നറിയോ? പിന്നെ വെജിറ്റേറിയൻ ശാപ്പാടായാലും നോൺ വെജിറ്റേറിയൻ ശാപ്പാടായാലും ആ സാമ്പിളിലൊക്കെ കണ്ടത് ക്ലോർപൈറിഫോസ് എന്ന് പറയുന്ന ഒരു കീടനാശിനിയുടെ അംശം വളരെ കൂടുതലായിട്ട് കണ്ടു.
അപ്പോൾ ഈ ശാപ്പാടിൻ്റെ വിവിധ ഘടകങ്ങളെ അത് സെപ്പറേറ്റ് ചെയ്തെടുത്തു. ചോറിലല്ല, കാണുന്നില്ല, സാമ്പാറിലുണ്ട്, പയറ് കറിയിലുണ്ട്, പരിപ്പ് കറിയിലുണ്ട്. അവസാനം മനസ്സിലായി പരിപ്പും പയറുമാണ് ഇതിൻ്റെ സ്രോതസ് എന്നുള്ളത് മനസ്സിലായി. അതിനെ ബാക്കിലേക്ക് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴും മനസ്സിലായത് എന്താണെന്നറിയോ? പാവപ്പെട്ട കൃഷിക്കാരൻ ഉപയോഗിക്കുന്നതല്ല, മറിച്ച് വ്യാപാരികൾ ഈ പയറ് കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് പാക്കറ്റ് ചെയ്യുമ്പോൾ വലിയ വലിയ ചാക്കുകളിൽ ഇത് പാക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ക്ലോർപൈറിഫോസ് 5% പൊടി, 5% ഡസ്റ്റ് അങ്ങ് ഇട്ടിട്ട് പാക്ക് ചെയ്യുന്നതാണ്. അതൊരിക്കലും പെർമിറ്റഡ് അല്ല. പക്ഷെ പെർമിറ്റഡ് അല്ലാത്ത കാര്യങ്ങളാണ് വ്യാപാരികൾ ചെയ്യുന്നത്. നമ്മുടെ കുട്ടികൾക്ക്, അംഗൻവാടിയിലെ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന എന്താണ്? കഞ്ഞിയും പയറും അല്ലേ? അപ്പൊ ഈ പയറിൽ ആണ് ഈ ക്ലോർപൈറിഫോസ് എന്ന് പറയുന്ന വിഷം MRL വാല്യൂവിനേക്കാളും കൂടുതലായിട്ട് കണ്ടെത്തിയത്. പക്ഷെ ഇപ്പോഴില്ല കേട്ടോ. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമ്മൾ വാല്യൂ പരിശോധിച്ചു കഴിഞ്ഞാൽ അത്ര വലിയൊരു പ്രശ്നമായിട്ട് അത് കാണുന്നില്ല. അത് ട്രാക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല, പലപ്പോഴും കൃഷിക്കാരനേക്കാളും ഇക്കാര്യങ്ങളിൽ അശാസ്ത്രീയത ചെയ്യുന്നത് കച്ചവടക്കാരാണ്. നമ്മുടെ അശാസ്ത്രീയമായിട്ടുള്ള കീടനാശിനി പ്രയോഗത്തിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ കടപ്പുറത്തൊക്കെ മീൻ ഉണക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മത്തി വാങ്ങിയിട്ട് അത് എക്കാലക്സിൽ മുക്കിയിട്ടാണ് കടപ്പുറത്ത് ഉണക്കുന്നത്. എന്തിനാണ്? കാക്ക കൊത്തി തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ ഉണങ്ങിയ മത്തിയാണ് ഉണക്കമത്തിയായിട്ട് കടയിൽ കിട്ടുന്നത്. എക്കാലക്സിൽ മുക്കിയെടുത്ത സാധനമാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ പാടശേഖരങ്ങളിൽ കീടനാശിനി സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ കുപ്പി ഉണ്ടല്ലോ, ഡബ്ബ എന്താ ചെയ്യുക? പാടത്തിന്റെ നടുക്കേ കൂടെ ഒരു തോട് പോകുന്നുണ്ടാവും, തോടിലേക്ക് അങ്ങ് എറിഞ്ഞു. ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ കൃഷിക്കാർ ഉപയോഗിക്കുമ്പം കുറച്ചൊക്കെ മുൻകരുതൽ എടുക്കുമെങ്കിലും അവസാനം ഈ കുപ്പി അങ്ങ് തോട്ടിലേക്ക് അങ്ങ് എറിയും. ഞങ്ങൾ കയ്യൂര് ഒരു തവണ NSS ക്യാമ്പിന് കുട്ടികളെയും കൊണ്ട് പോയപ്പോൾ ഈ തോടിന്റെ ഇടയിലുള്ള മണ്ണ് വന്ന് വീണ ഭാഗങ്ങളൊക്കെ കിളച്ചു മാറ്റാൻ പറഞ്ഞു ഞങ്ങളോട്. കിളച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ട്രഷറായിട്ട് കിട്ടുന്നത് മുഴുവൻ കരാട്ടെ, ഏക്കാലക്സ്, മാലത്തയോൺ മുതലായിട്ടുള്ള കുപ്പികളാണ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കൃഷിക്കാരുടെ ബോധം. അപ്പോ അതിലൊക്കെ ഒരുപാട് മാറ്റം വരേണ്ടതുണ്ട്. വളരെ ശാസ്ത്രീയമാവണം. നമ്മളെപ്പോഴും ഉദ്ദേശിക്കുന്നതും നമ്മൾ പറയുന്നതും പ്രിസിഷൻ ഫാമിംഗ് ആണ്. വളരെ കൃത്യതയാർന്ന കൃഷി. മണ്ണിനെ പരിശോധിച്ചിട്ട് കൃത്യമായിട്ടുള്ള വളങ്ങൾ കൊടുക്കുക, ബാക്കിയുള്ള സംയോജിതമായിട്ടുള്ള എല്ലാവിധ രോഗകീട നിയന്ത്രണ മാർഗങ്ങളും ചെയ്യുക. അവസാനം വരുമ്പോൾ, രക്ഷയില്ല എന്ന് വരുമ്പോൾ, ആവശ്യത്തിനുള്ള കീടനാശിനികൾ ആവശ്യമായിട്ടുള്ള അളവിൽ കൊടുത്തുകൊണ്ട് തൽക്കാലത്തേക്ക് അത് നിയന്ത്രിക്കുക. അതിൽ ജൈവിക നിയന്ത്രണവും എല്ലാവിധ നിയന്ത്രണ മാർഗങ്ങളും അതൊക്കെയാണ് നമ്മൾ പ്രോഫസ് ചെയ്യുന്നത്, കൃഷിക്കാരോട് പറയുന്നത്. പക്ഷേ കൃഷിക്കാരൻ്റെ കാര്യം എന്താണ്? ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അയാൾക്ക് കൃഷി നഷ്ടപ്പെട്ട അയാളുടെ കാര്യം പോയി. അപ്പോൾ അവരെന്ത് ചെയ്യും? കുറച്ച് ഇൻഷുറൻസ് ആണ്, കുറച്ച് കീടനാശിനി അവിടെ വാങ്ങിച്ചു വെക്കും. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടിക്കും. കാരണം അവന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ മോളെ ഫീസ് കൊടുക്കണം, പകുതിക്ക് വെച്ച വീട് കംപ്ലീറ്റ് ചെയ്യണം. അവന് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒരിക്കലും അത് ഇതാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു സോഷ്യൽ ഇതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഫാക്ടേഴ്സ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത്ര ഒരു സിമ്പിളല്ല, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എന്നെ വിളിച്ചതിന്, ഈ ഒരു അവസരം തന്നതിനും വളരെ അഗാധമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.